എം ഇസ്മായിൽ. ഇദ്ദേഹം ഇന്ത്യൻ മിലിറ്ററിയിലെ പ്രത്യേകിച്ചും 18th ഗൂർഖ റെജിമെന്റിലെ ഒരു ലഫ്റ്റനന്റ് കേണലായിരുന്നു. അതുമാത്രമായിരുന്നില്ല ഇസ്മായിൽ നല്ലൊരു ശിക്കാരി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ളൊരു വേട്ടക്കഥയാണ് പലശ്കട്ടയിലെ കാലി കശാപ്പുകാരൻ. ആ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് അടിക്കുവാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ എൻ്റെ പിഞ്ചു മനസ്സ് വേദനിക്കും. പലശ്കട്ടയിലെ കടുവയെക്കുറിച്ചുള്ള വാർത്ത എൻ്റെ അടുക്കൽ ആദ്യമായിട്ട് എത്തിച്ചത് ഖനയ ആയിരുന്നു. ചോട്ടാ ജമ്മിലേക്കുള്ള നല്ല റോഡിൽ നിന്നും 2 മൈൽ അകലെയും സൈനിക കണ്ടോൺമെന്റായ എംഹോയിൽ നിന്നും 14 മൈൽ അകലെയുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് പലശ്കട്ട. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആ ദേശത്തിലൂടെ വേട്ടയാടുവാനായിട്ട് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു. പ്രധാനമായിട്ടും ആ വനപ്രദേശത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതോടൊപ്പം തിത്തിരി പക്ഷികളെയും ചാരവരിയൻ പ്രാവുകളെയും എൻ്റെ .22-ന് വെടിവെക്കുകയുമായിരുന്നു ലക്ഷ്യം. ഈ പ്രദേശം വരണ്ടതും കല്ലുകൾ നിറഞ്ഞതും മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുകൾ തിങ്ങി നിറഞ്ഞതുമായിട്ടുള്ള വനപ്രദേശമാണ്. ഇവിടെ തീജ്വാലയുടെ നിറമുള്ള ചുമന്ന പുഷ്പങ്ങൾ നിറഞ്ഞ ചമത മരങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെയുണ്ട്. അതുപോലെ കാരപ്പഴം വിളയുന്ന കാരക്കുറ്റിച്ചെടികളും ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഏറ്റവും ചൂടുള്ള മാസങ്ങളിൽ പോലും ഈ സസ്യങ്ങൾ നല്ല കടുംപച്ച നിറത്തിൽ തഴച്ചു നിൽക്കുന്നത് കാണാം. പൂവിടുന്ന സമയത്ത് ഇന്ത്യൻ വനങ്ങളിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള സുഗന്ധം പരത്തുന്ന ഒന്നാണിത്. മധ്യേന്ത്യയിൽ ചമത അറിയപ്പെടുന്നത് പലശ് എന്ന പേരിലാണ്. ഈ ഗ്രാമത്തിന് പലശ്കട്ട് എന്ന് പേര് വീഴുവാനുള്ള കാരണം തന്നെ അവിടെ ധാരാളം പലശ് ചെടികൾ ഉള്ളതുകൊണ്ടാണ്. പലശ്കട്ടിൽ പരിപരുത്ത പാറകൾ ധാരാളമുണ്ട്. പാറക്കെട്ടുകൾക്കിടയിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുകൾ തിങ്ങി നിറഞ്ഞ അനേകം അരുവിയുടെ തീരങ്ങളുമുണ്ട്. ഈ അരുവികൾക്കും മുൾക്കാടുകളാൽ ആവരണം ചെയ്യപ്പെട്ട ചെറു കുന്നുകൾക്കുമിടയിൽ തുണ്ടായിട്ട് ധാരാളം കൃഷിഭൂമികൾ കാണപ്പെടുന്നു. മഴക്കാലത്ത് ഈ വയലുകളുടെ ഉപരിതലം പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ചതുരത്തിലും ദീർഘചതുരത്തിലുമുള്ള ധാരാളം കറുത്ത തുണികൾ സൂര്യന് കീഴിൽ ഉണങ്ങുവാനായിട്ട് വിരിച്ചിരിക്കും പോലെയാണ് ഇത് കാണപ്പെടുക. മെലിഞ്ഞുണങ്ങിയ കന്നുകാലികളും ആടുകളും ഇത്തരം തുറന്ന കൃഷിയിടങ്ങളിലും വനത്തിന്റെ അരികിലും തീറ്റ തേടി അലഞ്ഞു നടക്കാറുണ്ട്. സാധാരണയായിട്ട് അവയെ മേയ്ക്കുവാനായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ചെറിയ ആൺകുട്ടിയുടെ സംരക്ഷണത്തിലായിരിക്കും ഈ മൃഗങ്ങൾ നടക്കുക. എന്തുകൊണ്ടാണ് കടുവയും പുള്ളിപ്പുലികളും എളുപ്പത്തിൽ വേട്ടയാടുവാനായിട്ട് കഴിയുന്ന ഈ വളർത്തുമൃഗങ്ങളെ വേട്ടയാടാത്തത് എന്നോർത്ത് ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. അലഞ്ഞു തിരിഞ്ഞുള്ള എൻ്റെ യാത്രകളിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാറുള്ള മൃഗങ്ങൾ സഞ്ചരിച്ച് തെളിഞ്ഞ വഴിത്താരകളിലും ഗ്രാമത്തിലെ ചെറിയ വയലുകളിലും പലപ്പോഴും പുള്ളിപ്പുലികളുടെ കാലടയാളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉൾവനത്തിൽ മാത്രം കാണപ്പെടുന്ന ഗൾബാഗ് എന്ന് വിളിക്കുന്ന വലിയ ഇനം പുള്ളിപ്പുലിയുടെയും സാധാരണ എല്ലാ വനഗ്രാമങ്ങളുടെ പരിസരത്ത് ചുറ്റിപ്പറ്റി നടന്ന് സധൈര്യം ജനങ്ങളുടെ ആടുകളെയും പട്ടികളെയും കോഴികളെയും വേട്ടയാടുന്ന ചെറിയ ഇനം പുള്ളിപ്പുലികളുടെയും കാലടയാളങ്ങൾ അവയിൽ ഉൾപ്പെടും. എങ്കിലും കടുവയുടെ കാലടയാളങ്ങൾ ആ പ്രദേശത്ത് കണ്ടിട്ടില്ല. ആ ഗ്രാമത്തിലെ തല നരച്ചവരുടെ വിദൂരമായിട്ടുള്ള ഓർമ്മകളിൽ പോലും പലശ്കട്ടയുടെ പരിസരത്ത് ഒരു കടുവ കടന്നു വരികയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഖനയ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വലിയ കടുവ സമീപകാലത്ത് പലശ്കട്ടയിൽ ആക്രമണം നടത്തിയെന്ന ഖനയയുടെ അവകാശവാദത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ടായിരുന്നു. അവൻ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ 10 അല്ലെങ്കിൽ 12 ദിവസത്തിന്റെ ഉള്ളിൽ പലശ്കട്ടയുടെ പരിസരത്ത് നിന്നും 10-ൽ കുറയാത്ത എണ്ണം പശുവിനെയും കാളകളെയും ഒരു എരുമയെയും ഈ കടുവ കൊന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് നീ ഇത് നേരത്തെ വന്ന് എന്നോട് പറയാതിരുന്നത്? ഞാൻ അവനോട് ചോദിച്ചു. ഞാൻ എൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് പോയതായിരുന്നു, അവൻ പറഞ്ഞു. എന്നാൽ ഖനയയ്ക്ക് അങ്ങനെ ഒരു സഹോദരനില്ല എന്ന് എനിക്കറിയാം. വനവാസികളുമായിട്ട് എനിക്ക് വളരെ നീണ്ട കാലത്തെ ബന്ധമുണ്ട്. ഖനയ മൃഗത്തെ ട്രാക്ക് ചെയ്തു പോകുവാൻ കഴിവുള്ള ട്രാക്കർമാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരാളായിരുന്നു. ഒരു ശിക്കാരി ട്രിപ്പിൽ ഏതു വിധത്തിലുമുള്ള ജോലിക്കും പറ്റിയ ഒരുവൻ. പക്ഷെ ഈ ഗുണഗണങ്ങളെല്ലാം അവൻ മദ്യപിക്കാതിരുന്നാൽ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കിയാൽ കുറച്ച് കുതന്ത്രങ്ങളും വനത്തെക്കുറിച്ച് നല്ല ധാരണയുമുള്ള, സ്നേഹിക്കുവാനായിട്ട് കൊള്ളാവുന്ന ഒരു തെമ്മാടിയാണവൻ. വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനും കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ആളാണ് അവനെന്നും എനിക്കറിയാം. ഈ കഥകൾ അറിഞ്ഞപ്പോഴേക്ക് സമയം ഏറെ വൈകി. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാനും കഴിയില്ല. അടുത്ത ദിവസം തന്നെ കടുവയുടെ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ പോയിട്ട് പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. പകലിൽ നടത്തുന്ന അന്വേഷണത്തിൽ കടുവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അറിഞ്ഞിടത്തോളം ഈ കടുവ അതിന് ആഹരിച്ചു തീർക്കുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് കൊലകൾ നടത്തിയിട്ടുണ്ട്. ഒരവസരത്തിൽ 3 പശുക്കളെ ഒരേ ദിവസം തന്നെ അത് കൊലപ്പെടുത്തി. എന്നാൽ അതിൽ ഒന്നിനെ പോലും ആഹരിച്ചില്ല. ഒരു ഇരയെ കൊലപ്പെടുത്തി ആഹരിച്ചതിന് ശേഷം ഒരു കടുവ പെട്ടെന്ന് തന്നെ അടുത്ത ഇരയെ ആക്രമിക്കാറില്ല.
ഈ കടുവ 2 വട്ടവും നല്ല പകൽ വെളിച്ചത്തിലാണ് പശുവിനെ പിടിച്ചത്. ഒന്നാമത്തെ ആക്രമണം ഉണ്ടായപ്പോൾ 200 വാരയ്ക്കുള്ളിൽ വയലുകളിൽ ജോലി ചെയ്യുന്ന അനേകം പുരുഷന്മാർ അതിന് ദൃക്സാക്ഷികളായിരുന്നു. 2ാം തവണ ഈ കടുവ ഫോറസ്റ്റ് ഗാർഡായ ബിർജയുടെ പശുവിനെ കൊലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആളുകൾ അതറിഞ്ഞ് മുന്നറിയിപ്പ് ശബ്ദം ഉയർത്തുകയും അലറിക്കൂവി വടികൾ കൊണ്ട് നിലത്തടിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തി കടുവയെ ഭയപ്പെടുത്തി ഓടിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ സംഭവിച്ചതാകട്ടെ നേരെ വിപരീതവും. മനുഷ്യരുടെ അലറിക്കൂവിച്ചയും ബഹളവും കേട്ട് പ്രകോപിതനായ കടുവ പശുവിനെ ഉപേക്ഷിച്ച് അവരുടെ നേരെ ആക്രമിക്കുവാനായിട്ട് കുതിച്ചു. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ആ വയലുകളിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് കടുവ പശുവിന്റെ അടുക്കിലെത്തി. എന്നിട്ട് അതിനെയും വലിച്ചിടിച്ചുകൊണ്ട് ദൂരെ വനത്തിലേക്ക് കൊണ്ടുപോയി. സാധാരണഗതിയിൽ കടുവയും പുള്ളിപ്പുലികളും അവരുടെ വിശപ്പടക്കുവാനായിട്ട് ആവശ്യമായതിൽ കൂടുതൽ കൊല നടത്താറില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഒരു കടുവ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ വെറും തമാശയ്ക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊല്ലാറുണ്ട്. ഇങ്ങനെയുള്ള കടുവകളാണ് പിന്നീട് കൂടുതൽ അപകടകാരികളായിട്ട് മാറുന്നത്. കാലപ്പോക്കിൽ അവരെ സമീപിക്കുന്ന മനുഷ്യർക്ക് നേരെ യാതൊരു പ്രകോപനവും കൂടാതെ അവ ആക്രമിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ അതൊരു സാധാരണ കടുവയാണെങ്കിൽ വൂഫ് വൂഫ് എന്ന് ശബ്ദമുയർത്തുകയോ അല്ലെങ്കിൽ മുരളുകയോ ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പതിവ്. ഒരു കടുവ നരഭോജിയായിട്ട് മാറിയില്ലെങ്കിൽ സാധാരണ പകൽ വെളിച്ചത്തിൽ കൊലകൾ നടത്താറില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഒരു പുലിയാണെങ്കിൽ അതതിന് തയ്യാറാവും. പ്രത്യേകിച്ചും ഉൾവനത്തിൽ കാണപ്പെടുന്ന ഗൾബാഗ് എന്ന് വിളിക്കുന്ന പുള്ളിപ്പുലിയാണെങ്കിൽ നരഭോജി അല്ലെങ്കിൽ കൂടിയും പകൽ സമയത്ത് അത് വേട്ടയ്ക്കിറങ്ങും. ഒരു കടുവ അതിൻ്റെ പതിവ് ശീലങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പകൽ വെളിച്ചത്തിൽ മൃഗങ്ങളെ കൊന്നാൽ ഒരു കാര്യം ഉറപ്പാക്കാം: എല്ലാ ജീവികളിലും വെച്ച് അവർക്ക് ഏറ്റവും ഭയമുള്ള മനുഷ്യനോടുള്ള അതിൻ്റെ ഭയം അവന് നഷ്ടമായെന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും ഒരു കടുവ കന്നുകാലിയെ കൊല്ലുന്ന സമയത്ത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ അതിനോടൊപ്പം ഉണ്ടാകും. ഒരിക്കൽ അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് കടുവകൾ മനുഷ്യർ അടുത്തുള്ള സമയത്തും അത് കൊല നടത്തും. ക്രമേണ മനുഷ്യൻ ബലഹീനനാണെന്നും അവരെക്കാളും കരുത്തനാണ് താനെന്നും അത് തിരിച്ചറിയും. ചില സമയങ്ങളിൽ അസാധാരണമായിട്ടുള്ള ധൈര്യം സംഭരിച്ച് ഏതെങ്കിലും ഒരു ഗ്രാമവാസി തൻ്റെ പശുവിനെയോ കാളയോ രക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നിരിക്കും. സ്വാഭാവികമായിട്ടും ആ ഉദ്യമത്തിൽ അവൻ കൊല്ലപ്പെടും. മേൽ പറഞ്ഞ സംഭവങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായാലും ഒരു കടുവയുടെ സ്വാഭാവികമായിട്ടുള്ള ശീലങ്ങളിൽ മാറ്റം വരാം. ഈ തിരിച്ചറിവും മാറ്റങ്ങളും വൈകാതെ അവനൊരു നരഭോജിയാക്കി മാറ്റും. ഒരു വിധത്തിൽ പറഞ്ഞാൽ സാധാരണ വനവാസിയായിട്ടുള്ള ഒരു കടുവയ്ക്കും നാട്ടിൽ ഇറങ്ങി കന്നുകാലികളെ കൊലപ്പെടുത്തുന്ന കടുവയ്ക്കും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ യാതൊന്നുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കാലിക്കൊലയാളിക്കും നരഭോജിക്കും തമ്മിൽ നേരിയ ഒരു അതിർവരമ്പേ ഉള്ളൂ. ഈ 2 ജീവിത രീതിയും പഠിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും: ഒരു ജീവിത രീതി വളരെ എളുപ്പത്തിൽ മറ്റൊന്നിലേക്ക് നയിക്കും. കാലിക്കൊലയാളി കാലപ്രയാണത്തിൽ നരഭോജിയാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ദിവസം കനയ്യ എനിക്ക് മുൻപായിട്ട് വാടകയ്ക്കെടുത്ത സൈക്കിളുമായിട്ട് അവിടേക്ക് എത്തിച്ചേർന്നു. എൻ്റെ വീട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ബസാറിൽ നിന്നും സൈക്കിൾ എടുക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എനിക്ക് ആ സമയം ഇൻഫൻട്രി സ്കൂളിലെ കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കുവാനുണ്ടായിരുന്നു. ഞാൻ പലഷ്കട്ടയിൽ എത്തിയപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരുന്നു. നല്ല സൂര്യവെളിച്ചമുണ്ട്. എങ്കിലും 1.5 മണിക്കൂറിനുള്ളിൽ പ്രകാശം അസ്തമിക്കും. ഇക്കാരണത്താൽ കനയെ എനിക്ക് മുൻപായിട്ട് ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് ഞാൻ അയച്ചു. കഴിയുമെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന അവസാനത്തെ കൊലപാതകം നടന്ന സ്ഥലത്തിൻ്റെ വിവരണമടക്കം ശേഖരിക്കുവാൻ പറഞ്ഞു. ഗ്രാമത്തിൽ നിന്നും അരമൈൽ താഴെയായിട്ട് കാളവണ്ടി പാതകൾ സംഗമിക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു പാത നേരെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. മറ്റൊന്ന് വലത്തേക്ക് നീങ്ങി 3 മൈൽ അകലെയായിട്ട് അവസാനിക്കുന്നു. ഈ 2ാമത്തെ പാതയാകട്ടെ വനത്തിൽ നിന്നും ശേഖരിക്കുന്ന തടികളും വിറകുകളും കൊണ്ടുപോകുവാനുമാണ് ജനങ്ങൾ ഉപയോഗിച്ചു വന്നത്. പാതകൾ സംഗമിക്കുന്ന കവലയിൽ ഒരു വലിയ അരയാൽ വൃക്ഷമുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് വെച്ചാണ് ടൗണിൽ നിന്നും വരുന്ന ട്രക്കുകളിൽ വനത്തിൽ നിന്നും വരുന്ന കാളവണ്ടികളിൽ കൊണ്ടുവരുന്ന ലോഡുകൾ കയറ്റിയിരുന്നത്. നിരന്തരമായിട്ട് ട്രക്കുകളും കാളവണ്ടികളും ഈ പാതയിലൂടെ പോകുന്നതിൻ്റെ ഫലമായിട്ട് കാല് പൊതിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല കനത്തിൽ പൊടിമണ്ണ് രൂപം കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ പഴയ ഫോർഡ് വാഹനത്തിൽ അവിടെ എത്തുമ്പോൾ കനയ്യ, ഫോറസ്റ്റ് ഗാർഡ് ബിർജ, കൂടാതെ 5-6 പലഷ്കട്ട് നിവാസികളും അങ്ങനെ തുടങ്ങി കുറേയധികം ജനങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആ അരയാൽ മരത്തിൻ്റെ കീഴിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജംഗ്ഷൻ അടുത്തെത്തിയപ്പോൾ വാഹനം നിർത്തുവാനായിട്ട് അവർ കൈ ഉയർത്തി. അവർ നിലത്ത് കാണപ്പെട്ട എന്തോ ഒന്ന് സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കും പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അത് ശരിയായിരുന്നു. അവിടെയുള്ള പൊടിമണ്ണിൽ കടുവ ശരീരത്തിൽ പറ്റിപ്പിടിച്ച ചെള്ളുകളെ ഒഴിവാക്കുവാനായിട്ട് കിടന്നുരുണ്ടിരുന്നു. ഒരു കടുവയുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും തന്നെ ചെള്ളുകൾ കാണപ്പെടും. കൂടാതെ ഒരു വലിയ ആൺകടുവയുടെ കാലടയാളങ്ങൾ ആർക്കും വ്യക്തമായിട്ട് അവിടെ കാണുവാനും കഴിയുമായിരുന്നു. കുറച്ചകലെയായിട്ട് ഒരു പെൺകടുവയുടെ കാലടയാളങ്ങളും ഉണ്ടായിരുന്നു. ഈ അടയാളങ്ങളെല്ലാം ഉറപ്പായിട്ടും കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായതായിരുന്നു. ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ആദ്യ വിവരം ഇതാണ്: ആ കടുവ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്, അവൻ്റെ ഇണയും കൂടെയുണ്ട്. ആ പെൺകടുവ ആൺകടുവയുമായിട്ട് ഒത്തുചേർന്നത്
ഒന്നോ രണ്ടോ ദിവസം മുൻപായിരിക്കുമെന്ന് ബിർജയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം അടുത്ത കാലത്ത് അത് നടത്തിയ കൊലകൾ അവൻ ഒറ്റയ്ക്ക് നടത്തിയതാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. നിലത്ത് കണ്ട തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് 2 കടുവകളല്ല കൊല നടത്തിയത് എന്നും ഒരു കടുവയാണെന്നും അവർ പറഞ്ഞു. അരുവിയുടെ കിഴക്കുള്ള വയലിന്റെ ഭാഗത്തു നിന്നും ആൺകടുവയും പെൺകടുവയും പരസ്പരം വിളിക്കുന്നത് ഗ്രാമത്തിലുള്ളവർ കേട്ടിരുന്നു. കടുവയോടുള്ള ഭയം കാരണം ഗ്രാമവാസികൾ കാലികളെ മേയുവാനായിട്ട് വിട്ടിരുന്നില്ല. ദിവസേന വിറക് ശേഖരിക്കുവാനായിട്ട് കാട്ടിൽ പോകുവാൻ സ്ത്രീകളും ഭയപ്പെട്ടു. എന്നാൽ ഈ കഴിഞ്ഞ 5 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു കന്നുകാലി പോലും ഗ്രാമത്തിന്റെ പരിസരത്ത് കൊല്ലപ്പെട്ടിരുന്നില്ല. ആദ്യത്തെ 10 ദിവസം നടന്ന കൊലകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഉച്ചവരെ ആ കടുവയെക്കുറിച്ച് ഒരു വിവരവും ആരും കേട്ടിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കടുവയുടെ അലർച്ചകൾ ഗ്രാമവാസികളുടെ മനസ്സിലെ ഭയത്തെ വീണ്ടും ഉണർത്തി. യംഹോയിലേക്ക് 14 മൈൽ കാൽനടയായിട്ട് യാത്ര ചെയ്ത് എന്നെ കാണുവാനാണ് താൻ എത്തിയത് എന്ന് ബിർജ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് കനയ്യ എൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിച്ചേർന്നത്. ഞാൻ എത്രയും വേഗം വൈകുന്നേരത്തോടെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് കനയ്യ അവരോട് പറഞ്ഞു. അവർ ഇതിനോടകം ഒരു എരുമയെ ഇരയായിട്ട് കെട്ടുവാനായിട്ട് കൊണ്ടുവന്നിരുന്നു. അരയാൽ വൃക്ഷത്തിന്റെ അടിയിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എരുമയെ കെട്ടുവാനും രാത്രിയിൽ മുകളിൽ ഇരിക്കുവാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം അരയാലാണെന്നും അവർ സൂചിപ്പിച്ചു. എൻ്റെ അനുമതിയൊന്നും നോക്കാതെ അവർ എനിക്ക് വേണ്ടിയിട്ട് ഇതിനോടകം ഒരു മച്ചാൻ നിർമ്മിച്ചിരുന്നു. അതും മരത്തിന്റെ വളരെ മുകളിലായിരുന്നു. ഞാനും അത് അപ്പോൾ ശ്രദ്ധിച്ചുമില്ല. എരുമയെ അരയാലിൽ നിന്നും 20 വാര അകലെയുള്ള ഒരു കുറ്റിയിൽ കെട്ടാമെന്ന് അവർ പറഞ്ഞു. അതൊരു ബുദ്ധിപരമായിട്ടുള്ള പദ്ധതിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അവർ നഷ്ടപ്പെട്ട കന്നുകാലികളെക്കുറിച്ച് ഓർത്ത് ദുഃഖിതരായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട അടയാളങ്ങളിലേക്ക് നോക്കി വിജയവും പ്രതീക്ഷിച്ചു നിൽക്കുന്ന അവരെ നിരാശപ്പെടുത്തേണ്ടതില്ലെന്ന് ഞാനും തീരുമാനിച്ചു. എങ്ങനെ നോക്കിയാലും മറ്റെന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കുവാനുള്ള സമയവും ഇനിയില്ല. എനിക്ക് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ആ രാത്രിയിൽ മുകളിൽ ഇരിക്കുവാനുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല ഞാൻ വന്നത്. എങ്കിലും ഭാഗ്യത്തിന് തോക്കും ഒരു ടോർച്ചും കൊണ്ടുവന്നിരുന്നു. ആഹാരമോ ചായയോ ഞാൻ കരുതിയിരുന്നില്ല. മറ്റൊരു ബുദ്ധിമുട്ട് ഇതാണ്. ഒന്നാമതായിട്ട് ഇത് മധ്യ ശീതകാലമാണ്. അതുകൊണ്ട് രാത്രിയിൽ, പ്രത്യേകിച്ചും പുലർവെട്ടം വീഴും മുൻപുള്ള സമയമെല്ലാം കാട്ടിൽ കൊടും തണുപ്പ് വ്യാപിക്കും. ഞാനാകട്ടെ അതിനെ പ്രതിരോധിക്കുവാനുള്ള വസ്ത്രവും ധരിച്ചിരുന്നില്ല. ഒരു പുതപ്പ് പോലും കയ്യിലില്ല. പാവപ്പെട്ട ഈ ഗ്രാമവാസികളോട് ഒരു പുതപ്പ് കടം ചോദിക്കുകയെന്ന് വെച്ചാൽ അത് മനുഷ്യത്വരഹിതമാണ്. രാത്രിയിൽ ചെറു ചൂട് കിട്ടുന്ന ഒരു പുതപ്പ് മാത്രമുള്ള ഒരു പാവം മനുഷ്യനെ കഷ്ടപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണയായിട്ട് ദരിദ്രമായിട്ടുള്ള ഇന്ത്യൻ വനഗ്രാമത്തിൽ അധികം ആർക്കും ഒരു പുതപ്പ് പോലും കാണുകയില്ല. അധികം ആൾക്കാരും എരിയുന്ന തീയുടെ അരികിലാണ് കിടന്നുറങ്ങുന്നത്. ചിലപ്പോഴൊക്കെ ഇതുകൊണ്ട് അപകടവും ഉണ്ടാകാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നിസ്സാരമായിട്ടുള്ള പൊള്ളൽ ഇതുമൂലം ഏൽക്കാറുമുണ്ട്. ഒരു കടുവയെ കൊല്ലുവാനുള്ള ഏറ്റവും നല്ല മാർഗം രാത്രിയിൽ കാട്ടിൽ കയറി ഏതെങ്കിലും വൃക്ഷത്തിന് മുകളിൽ ഇരിക്കുക എന്നുള്ളതാണ്. ആ ഇരിപ്പിന് അതിൻ്റെതായിട്ടുള്ള സുഖവും സാഹസികതയുമുണ്ട്. എന്തായാലും ജനങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് സുഖപ്രദമല്ലാത്ത മച്ചാനെ കയറിപ്പറ്റി അന്നത്തെ രാത്രിയെ നേരിടുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അതിനു മുന്നോടിയായിട്ട് എൻ്റെ കാർ ആ രംഗത്തു നിന്നും കുറച്ച് അകലേക്ക് മാറ്റേണ്ടതുണ്ട്. അരയാൽ മരത്തിന്റെ അടിയിൽ എരുമയ്ക്കൊപ്പം 2 പേരെ നിർത്തി ബാക്കിയുള്ളവരെ കാറി കയറ്റി ഞാൻ പലഷ്ഘട്ടയിലേക്ക് ഡ്രൈവ് ചെയ്തു. ഗ്രാമത്തിലുള്ള ഒരേ ഒരു കസേര കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി അവർ ബിർജയുടെ വീടിന്റെ മുൻപിലിട്ടു. അവിടെ ഇതിനോടകം ഒരു കൂട്ടം ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു. ഞങ്ങൾ ആ വൈകുന്നേരം വളരെ നേരം ഇരുന്ന് സംസാരിച്ചു. കൊലയാളികളുടെ വഴികളെക്കുറിച്ചും അതിൻ്റെ ശീലങ്ങളെക്കുറിച്ചും അങ്ങനെ തുടങ്ങി എല്ലാം തന്നെ ചർച്ച ചെയ്തു. ഈ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായത് വിവരദോഷിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വേട്ടക്കാരൻ മൂലം അവന് പരിക്കേറ്റതിൻ്റെ യാതൊരു തെളിവും കണ്ടെത്തുവാനായിട്ട് ഇല്ലായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ വനത്തിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വേട്ടയാടുവാനായിട്ട് കഴിയാത്ത പ്രായം ചെന്ന് ക്ഷീണിതനായിട്ടുള്ള ഒരു കടുവയായിരിക്കും അതെന്ന് ഞാൻ അനുമാനിച്ചു. പലപ്പോഴും പ്രായം ചെന്നതോ അല്ലെങ്കിൽ അംഗഭംഗം വന്നതോ ആയിട്ടുള്ള ഒരു കടുവയ്ക്ക് കാട്ടിലൂടെ വേഗത്തിൽ സഞ്ചരിച്ചൊരു മ്ലാവിനെയോ കാട്ടുപന്നിയെയോ അല്ലെങ്കിൽ നീൽഗ എന്നറിയപ്പെടുന്ന മൃഗങ്ങളെയോ വേട്ടയാടുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇത്തരം കടുവകൾ വനഗ്രാമങ്ങളുടെ പരിസരത്ത് ജീവിക്കുവാനായിട്ട് നിർബന്ധിതരാവുകയും എളുപ്പത്തിൽ വേട്ടയാടുവാനായിട്ട് കഴിയുന്ന കന്നുകാലികളെ കൊല്ലുകയും ചെയ്യും. പക്ഷേ ഈ കടുവയെ കണ്ടവർ പറഞ്ഞ എല്ലാ വിവരണങ്ങളിൽ നിന്നും മനസ്സിലായത് ഈ കടുവ വളരെ വലുതും ശാരീരികമായിട്ട് നല്ല അവസ്ഥയിലുള്ളതുമായിരുന്നു എന്നാണ്. ഗ്രാമത്തിന്റെ പരിസരത്തുള്ള വനത്തിന്റെ 4 മൈൽ ചുറ്റിനുമായിട്ട് മാനുകളോ അതുപോലെ കാട്ടുപന്നികളോ വരാറില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോഴൊക്കെ നീൽഗായികൾ ഇവിടേക്ക് വരുമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ വന നിയമങ്ങൾ ഈ പ്രദേശത്ത് ഫലപ്രദമായിട്ട് അടുത്ത കാലത്തൊന്നും നടപ്പിലാക്കിയിരുന്നില്ല. ഇതായിരിക്കണം കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയത്. കൃഷിക്കാരുടെ വിളകൾ വന്യമൃഗങ്ങളാൽ നശിക്കുന്നു എന്ന ഊതിവീർപ്പിച്ച അപവാദ പ്രചരണങ്ങൾ കൊണ്ട് വളരെയധികം ഗ്രാമവാസികൾക്ക് അവരുടെ വിളകൾ സംരക്ഷിക്കുവാനായിട്ട് തോക്കിന് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരുന്നു. ഇവരെ കൂടാതെ വളരെയേറെ വേട്ടക്കാരും വനത്തിന്റെ അരികിലുള്ള ടൗണുകളിൽ താമസിച്ചിരുന്നു. അവരുടെ പ്രധാന വരുമാന മാർഗം തന്നെ ബസാറുകളിൽ വേട്ടമൃഗത്തിന്റെ ഇറച്ചി വിൽക്കുന്നതിൽ നിന്നുമായിരുന്നു. അവർ ടാക്സികളിലോ അല്ലെങ്കിൽ സ്വന്തം കാറുകളിലോ രാത്രികാലങ്ങളിൽ വേട്ടയ്ക്കിറങ്ങും.
കാറിന്റെ ഹെഡ്ലൈറ്റിന്റെയോ അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റിന്റെയോ വെളിച്ചത്തിൽ അന്താളിച്ചു നിൽക്കുന്ന ഏതൊരു മൃഗത്തെ കണ്ടാലും അവരതിനെ കൊലപ്പെടുത്തും. പിന്നീട് ജീപ്പിന്റെ കടന്നുവരവോടെ ഇത്തരം വേട്ടകൾ കൂടുതൽ നാശനഷ്ടം സൃഷ്ടിച്ചു. കാരണം ജീപ്പിന് മറ്റു വാഹനങ്ങളെക്കാളും ഉപരിയായിട്ട് വനത്തിലൂടെയുള്ള പരുക്കൻ പാതകളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. നിർഭാഗ്യവശാൽ ഫോറസ്റ്റ് ഗാർഡുകളും ചിലപ്പോൾ റേഞ്ചർമാരും അതുപോലെ റോന്തു ചുറ്റുന്ന വനപാലകരും ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തിരുന്നു. അതുപോരാതെ ഈ നിന്ദ്യമായിട്ടുള്ള വേട്ടയിൽ അവർ പങ്കാളികളാവുക പോലും ചെയ്തിരുന്നു. നീൽഗായ് അല്ലെങ്കിൽ നീലപ്പശുവിന് അപൂർവ മൃഗമെന്ന പേരിൽ ഉറപ്പായിട്ട് സംരക്ഷണം കിട്ടിയിരുന്നു. വാസ്തവത്തിൽ ഇത് ആന്റിലോപ്പ് വർഗത്തിൽപ്പെട്ട ഒരു മാനാണ്. ടൗണുകളുടെ അടുക്കൽ റോഡ് മാർഗമോ അല്ലെങ്കിൽ കാളവണ്ടി പാതയിലൂടെയോ സമീപത്തുള്ള വനങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരുന്ന കടുവകളും പുള്ളിപ്പുലികളും അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം കിട്ടാതെ വലയും. അതോടെ അവർ ഒരു കാലത്ത് അവരുടെ അവകാശത്തിലേക്കും വസ്തുവിലേക്കും അതിക്രമിച്ചു കയറിയ മനുഷ്യരെ പോലെ തിരിച്ചും മനുഷ്യരുടെ അവകാശത്തിലേക്കും വസ്തുവിലേക്കും അതിക്രമിച്ചു കയറും. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ചായയും ഭക്ഷിക്കുവാനായിട്ട് എന്തോ ഒന്നും നൽകി. അവർക്ക് കൂടുതലായിട്ട് കഴിക്കുവാൻ ഒന്നുമില്ലെങ്കിലും ഗ്രാമീണ ജനതയുടെ നിസ്വാർത്ഥമായിട്ടുള്ള ദയയും ആതിഥ്യ മര്യാദയും അത് വളരെ വലുതാണ്. ഇന്ത്യൻ ടൗണുകളിലെ അടിച്ചമർത്തപ്പെട്ടതും കലുഷിതവും തിരക്കേറിയതുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യായുസ് മുഴുവനും ജീവിക്കാത്ത എല്ലാവർക്കും ഇക്കാര്യം അറിയാവുന്നതുമാണ്. ഞാൻ രാത്രി കാവലിന് വേണ്ടിയിട്ട് ഒരു വലിയ ലോട്ടയിൽ ചായ നിറച്ചു തരുവാനായിട്ട് അവരോട് പറഞ്ഞു. രാത്രി മുഴുവനും ഉറക്കമിളച്ചിരിക്കുവാനായിട്ട് ചായക്ക് കഴിയും. അതിന് തണുത്തു പോയാലും സാരമില്ല. അപ്പോഴേക്കും അർത്ഥനഗ്നരും പ്രസന്നരുമായിട്ടുള്ള ഏതാനും കുട്ടികൾ ഞങ്ങൾക്ക് ചുറ്റും വന്നു. കടുവയെക്കുറിച്ചും അതിനെ കൊല്ലുന്ന പദ്ധതിയെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ആകാംക്ഷയോടെ അവർ വായും പൊളിച്ച് കണ്ണും മിഴിച്ച് കേട്ടു നിന്നു. എന്നാൽ ഞങ്ങളുടെ സംസാരം കേട്ട് വാ പൊളിക്കാത്തൊരു പയ്യനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഏകദേശം 15 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അവൻ. അവൻ തൊണ്ടയൊന്ന് ശുദ്ധം വരുത്തി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, സാർ, ഞാനും നിങ്ങളുടെ കൂടെ വന്ന് ഒപ്പമിരുന്നോട്ടെ? ഞാനൊരു ശബ്ദവും ഉണ്ടാക്കില്ല. നിനക്ക് ചുമയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ഞാൻ ഒരിക്കലും പുക വലിച്ചിട്ടില്ല എന്നവൻ പറഞ്ഞു. അതേ സമയത്ത് രാത്രിയിൽ സദാസമയവും ശക്തമായിട്ട് ചുമയ്ക്കുന്ന സ്വഭാവക്കാരനായ കനയ്യ ആ പയ്യൻ ഒപ്പം വരുന്നതിനെ എതിർത്തു. ഈ ചെറുക്കൻ രാത്രി മുഴുവനും ചുമച്ച് എല്ലാ കാര്യവും കുളമാക്കുമെന്ന് അയാൾ പറഞ്ഞു. ഞാൻ അവനോട് കൂടെ കൊണ്ടുപോകുന്ന കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. എന്റെ നേരെയുള്ള പ്രതീക്ഷയോടെയുള്ള അവന്റെ നോട്ടമായിരുന്നു അതിന് കാരണം. അത് നിരസിക്കുവാനുള്ള ഹൃദയശൂന്യത എനിക്കില്ലായിരുന്നു. അവൻ വലിയ ആവേശത്തിൽ പുതപ്പ എടുത്തുകൊണ്ടുവരുവാനും രാത്രിയിൽ തിന്നുവാൻ എന്തെങ്കിലും എടുക്കുവാനുമായിട്ട് വേഗത്തിൽ വീട്ടിലേക്ക് ഓടിപ്പോയി. അവന്റെ പേര് ബാലു എന്നാണെന്ന് മറ്റുള്ളവർ എന്നോട് പറഞ്ഞു. അവന്റെ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായ 2 കാളകളിൽ ഒന്നിനെ ആ കടുവ കൊന്നിരുന്നു. അപ്പോഴേക്കും രാത്രി കനക്കുവാൻ തുടങ്ങി. ഞങ്ങൾ പോകുവാനായിട്ട് തയ്യാറായിട്ട് എഴുന്നേറ്റപ്പോൾ ബിർജ അയാളുടെ വീട്ടിൽ നിന്നും ഒരു പുതപ്പ് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഇന്ന് രാത്രി നല്ല തണുപ്പായിരിക്കും, നിങ്ങൾക്കിത് രാത്രിയിൽ ആവശ്യം വരും എന്നയാൾ പറഞ്ഞു. ഞാനാകട്ടെ ആ തണുപ്പിനെ അനുഗ്രഹമായിട്ടാണ് കണ്ടത്. കാരണം അതെന്നെ രാത്രി മുഴുവനും ഉണർന്നിരിക്കുവാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഞാൻ അയാളോട്, ബിർജ, നിങ്ങളുടെ ആകെയുള്ള പുതപ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. സാരമില്ല, രാത്രിയിൽ നിങ്ങൾക്കിത് ആവശ്യം വരുമെന്ന് പറഞ്ഞ് ബിർജ എന്നെ നിർബന്ധിച്ചു. പുറത്ത് വളരെയധികം തണുപ്പായിരിക്കും. ആ കടുവ ഞങ്ങളുടെ വളരെയധികം കന്നുകാലികളെ കൊന്നു. നിങ്ങൾക്കതിനെ കൊല്ലുവാനായില്ലെങ്കിൽ അതിനിയും കൂടുതൽ കൊലകൾ നടത്തും. ഈ പുതപ്പ് എൻ്റെ ഇളയ മകളുടെയാണ്. കഴിഞ്ഞ വർഷം അവൾ മരിച്ചു. അതിനുശേഷം ആരും ഇത് ഉപയോഗിച്ചിട്ടില്ല, അയാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പുതപ്പ് നന്ദിയോടെ സ്വീകരിച്ചു. എൻ്റെ തോക്കും ടോർച്ചും വഹിക്കുന്ന കനയ്യയ്ക്ക് അത് കൈമാറി. ബാലു ചായ നിറച്ച ലോട്ട എടുത്തു. മൂവരും അരയാൽ മരത്തിന് നേരെ പുറപ്പെട്ടു. ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് കനയും ഞാനും ഞങ്ങളുടെ പദ്ധതിയിലെ ഒരു വലിയ പോരായ്മ കണ്ടെത്തിയത്. അത്ര നല്ല സ്ഥലത്തല്ല അവർ എരുമയെ കെട്ടിയിരുന്നത്. ഒരു ചെറിയ കുറ്റിക്കാടിനോട് വളരെയധികം അടുത്തായിരുന്നു കുറ്റി ഉറപ്പിച്ചതിനെ ബന്ധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റിക്കാടിന്റെ മറവിലൂടെ കടുവയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ എരുമയുടെ അടുത്ത് എത്തുവാനായിട്ട് കഴിയുമായിരുന്നു. എനിക്ക് വെടിവെക്കുവാനായിട്ട് അവസരം കിട്ടും മുൻപ് കടുവ അതിനെ കൊലപ്പെടുത്തും. ഇവിടെ നിന്നും വെറും 15 അല്ലെങ്കിൽ 20 വാര അകലെയായിട്ട് തുറസായിട്ടുള്ള മറ്റൊരു നല്ല സ്ഥലമുണ്ട്. കാളവണ്ടി പാതയിൽ നിന്നും അല്പം വിട്ടുമാറിയുമാണ് അതുള്ളത്. ഏകദേശം 10 മീറ്റർ ക്ലിയറൻസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു വരിയായിട്ട് വളർന്നു നിൽക്കുന്ന കുറ്റിക്കാട് റോഡിൽ നിന്നും ഈ സ്ഥലത്തെ അതിര് തിരിച്ച് മറച്ചിരുന്നു. വേഗം തന്നെ അവിടം വെട്ടിത്തെളിച്ചെടുത്തു. വെട്ടിമാറ്റിയ കുറ്റിച്ചെടികൾ അവിടെ നിന്നും ദൂരേക്ക് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് എരുമയെ നീളമുള്ള കയറിൽ ബന്ധിച്ചു. ഇതുമൂലം അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുവാനും അതുപോലെ കിടക്കുവാനും കഴിയും. ശരിക്കും രാത്രി ആയിരിക്കുന്നു. എങ്കിലും വൈകാതെ ചന്ദ്രൻ ഉദിക്കുമെന്നും അത് രാത്രി മുഴുവനും ആകാശത്ത് കാണുമെന്നും എനിക്കറിയാം. അതോടെ തുറസായിട്ടുള്ള ആ സ്ഥലത്തുകൂടി ഏതെങ്കിലും ഒരു വലിയ മൃഗം ചലിച്ചാൽ അതിനെ കാണുവാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രകാശം അവിടെ ഉണ്ടാവും. ബാലുവും ഞാനും ഉയരമുള്ള മച്ചാനിലേക്ക് കയറി. എല്ലാം വിശദമായിട്ട് പരിശോധിച്ച ശേഷം കനയോടും ബാക്കിയുള്ളവരോടും ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുവാനും
ഞാനോ അല്ലെങ്കിൽ ബാലുവോ രാവിലെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരും വരെ ഇവിടേക്ക് ആരും വരരുത് എന്നും വളരെ കർക്കശമായിട്ട് പറഞ്ഞു. ചിലപ്പോൾ കടുവ അവരെ ആക്രമിക്കുവാനോ അതുമൂലം അവർ കൊല്ലപ്പെടുവാനോ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും കുറച്ച് ദൂരെയാണ് അവരുടെ ഗ്രാമം. അതുകൊണ്ട് ഒരു റൈഫിൾ ഷോട്ട് കേൾക്കുകയോ ചിലപ്പോൾ കേൾക്കാതിരിക്കുകയോ ചെയ്യാം. വെടിയൊച്ച കേട്ടാലും ആരും പുറത്തേക്ക് വരരുത്. ചിലപ്പോൾ മൃഗം മുറിവേറ്റ അവസ്ഥയിലായിരിക്കും. അതോടെ അപകട സാധ്യതയും കൂടും. അവരെല്ലാവരും തിരിച്ചു മടങ്ങി. അവരുടെ സംസാരം നേർത്തു വന്നു. ഞാൻ പിന്നിലുള്ള ഒരു തടിച്ച ശിഖരത്തിൽ മുതുകും അമർത്തി സുഖമായിട്ടിരുന്ന് ടുബാക്കോ പൈപ്പ് കത്തിച്ചു. ചന്ദ്രൻ ഇതുവരെയും ഉദിക്കാത്തതുകൊണ്ട് പുക വലിക്കുന്നത് ഒരു വലിയ അപകടമില്ല. ഞാൻ രാത്രി ഇരിപ്പിന് മുൻപായിട്ട് സാധാരണയായിട്ട് പുക വലിക്കാറുണ്ട്. അത് കെട്ടുപോയാൽ വീണ്ടും കത്തിക്കുവാനായിട്ട് മെനക്കെടാറുമില്ല. കടുവയ്ക്കും പുള്ളിപ്പുലികൾക്കും മണം പിടിക്കുവാനുള്ള കഴിവ് തീരെ കുറവാണ്. എന്നാൽ രാത്രിയിൽ ഒരു സിഗരറ്റ് എരിയുന്നത് ദൂരെ നിന്നും അവർക്ക് കാണുവാനായിട്ട് കഴിയും. ബാലു ചമ്രം പടിഞ്ഞ് എൻ്റെ അരികിൽ ഇരുന്നു. ഞാൻ അവനോട് എന്താണ് കഴിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു. പിന്നെ അവനോട് ഇനി മുതൽ ശബ്ദമോ അനക്കമോ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ചു സമയം മന്ത്രിക്കും പോലെ സംസാരിച്ചു. പിന്നെ നിശബ്ദമായി. തുടർന്ന് രാത്രി കാവലിനായിട്ട് ഉറക്കമിളച്ച് ജാഗരൂകരായി. രാത്രിയിൽ കാടിന്റെ ഉള്ളിൽ കഴിയുക എന്നത് വളരെ കൗതുകമുള്ളൊരു അനുഭവമാണ്. പകൽ വിഹരിക്കുന്ന എല്ലാ പക്ഷികളും ഉറക്കത്തിനായിട്ട് ചേക്കേറുമ്പോൾ നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യന്റെ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെടും. അതോടെ നിഗൂഢമായിട്ടുള്ളൊരു ശാന്തിയും സമാധാനവും കാട്ടിൽ നിറയും. വളരെ അപൂർവമായിട്ട് മാത്രം ചിലപ്പോൾ കാട്ടിൽ തികഞ്ഞ നിശബ്ദത കടന്നു വരും. മിക്കപ്പോഴും ചീവീടുകളും അതുപോലെ മറ്റു പ്രാണികളും നിരന്തരമായിട്ട് ചീറിക്കൊണ്ടിരിക്കും. നീലക്കൂളൻ പക്ഷിയുടെ അവിസ്മരണീയമായിട്ടുള്ള ചിലക്കിലും രാത്രിയുടെ തുടക്കത്തിൽ ചെമ്പോത്തിന്റെ ഹുഡ് ശബ്ദവും കേൾക്കാം. പക്ഷേ ചെമ്പോത്ത് രാത്രിഞ്ചരനായിട്ടുള്ളൊരു പക്ഷിയുമല്ല. വളരെ താമസിച്ച് ചേക്കേറുന്നൊരു പക്ഷി മാത്രമാണ്. ഭയത്തോടെ കുരയ്ക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന കേഴമാനിന്റെയും പരിഭ്രമം നിറഞ്ഞ പെൺപുള്ളിമാനിന്റെയും ശബ്ദം കേൾക്കാം. അല്ലെങ്കിൽ മ്ലാവിന്റെ മണിമുഴക്കം പോലെയുള്ള ശബ്ദവും അതുപോലെ മറ്റു പല ശബ്ദങ്ങളും കേൾക്കാം. ഈ ശബ്ദങ്ങൾ വനത്തിലെ മൃഗങ്ങൾക്ക് വലിയ പൂച്ചവർഗ്ഗങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കും. ഇതുകൂടാതെ മരങ്ങളുടെ ഞരക്കവും കാട്ടിൽ ഇലകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും കേൾക്കാം. ഒരു അരയാലിലോ അതുപോലെ തേക്കു മരത്തിൽ നിന്നോ ആണെങ്കിൽ ഇലയടിയുടെ ശബ്ദം വളരെ ഉച്ചത്തിലായിരിക്കും. വനവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള വനവാസികൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. വനത്തിൽ ഒന്നും ചലിക്കാത്ത ചില സമയങ്ങളുണ്ട്. ഒരു ഇല പോലും ഇളകാത്ത അത്തരം സമയങ്ങളിൽ പ്രകൃതി പരിപൂർണമായിട്ടും നിശബ്ദമാകും. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ വഴിയിൽ സ്തംഭിച്ചു നിൽക്കും. ആന പോലും വലിയ ചെവികൾ ആട്ടുന്നതും വാലാട്ടുന്നതും നിർത്തിവെക്കും. ഇത് എത്രമാത്രം ശാസ്ത്രീയമായിട്ട് ശരിയാണെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് കാട്ടിലെ തികഞ്ഞ നിശ്ചലതയും നിശബ്ദതയും മനസ്സിൽ വലിയൊരു ഭയം സൃഷ്ടിക്കും. ശ്വാസം എടുക്കുവാൻ പോലും ഭയപ്പെടും. അത്തരം നിമിഷങ്ങളിൽ അപകടശങ്ക വേണ്ട. കാരണം ഒന്നും ചലിക്കുന്നില്ല എന്നുള്ളത് തന്നെ കാരണം. എങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഈ നിശ്ചലത മനോധൈര്യത്തെ തകർത്ത് കളയും. അല്പസമയത്തിന് ശേഷം വനം പഴയതുപോലെയാകും. അപ്പോൾ പരിചിതവും സൗഹൃദപരവുമായിട്ടുള്ള ശബ്ദങ്ങൾ വീണ്ടും ആരംഭിക്കും. അപ്പോഴാണ് ആശ്വാസമാകൂ. അങ്ങനെ ഒരു സന്ദർഭത്തെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നുണ്ടായ നിശബ്ദത എന്നെ ഉണർത്തി. എൻ്റെ കൈ വശത്തിരിക്കുന്ന റൈഫിളിലേക്ക് നീണ്ടു. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. 1-2 നിമിഷത്തേക്ക് അനങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം പോലും എനിക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാമായിരുന്നു. ഉടൻ തന്നെ എല്ലാം സാധാരണഗതിയിലായി. ഞാൻ ഭയപ്പെട്ടില്ല. പക്ഷെ അജ്ഞാതമായിട്ടുള്ള എന്തോ സ്വാധീനത്താൽ ഞാൻ നിശ്ചലനായിരുന്നു. അനങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. ദുരാത്മാക്കൾ രാത്രിയിൽ വനത്തിലൂടെ അലഞ്ഞു തിരിയുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുകയെന്ന് ചില വനവാസികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആർക്കും അവരെ കാണുവാനോ കേൾക്കുവാനോ കഴിയില്ല. പക്ഷെ അവയുടെ സാന്നിധ്യം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അനുഭവപ്പെടുമത്രേ. അങ്ങനെ ആത്മാക്കൾ കടന്നു പോകുന്ന വേളയിൽ അവരുടെ നിഗൂഢ ശക്തി പരിസരത്ത് വ്യാപിക്കും. പ്രകൃതി നിശബ്ദമാകും. ജീവനുള്ളതെല്ലാം നിശ്ചലവും. ഞങ്ങൾ 2 മണിക്കൂറോളം ആ ഇരിപ്പ് തുടർന്നു. ഞാൻ എരുമയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അരികിലുള്ള ചെറിയ പുൽക്കൂമ്പാരത്തിൽ മൂക്കുട്ടിരിച്ചു കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തല കുലുക്കി രാത്രിയിൽ മൃഗങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ചെറിയ പ്രാണികളെ ഒഴിവാക്കുവാനായിട്ട് നോക്കുന്നു. പെട്ടെന്ന് ഏകദേശം 40 വാര അകലെയുള്ള കാളവണ്ടി പാതയുടെ മധ്യഭാഗത്തുള്ള എന്തോ ഒന്നിലേക്ക് എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുവാനായിട്ട് ബാലു വളരെ സാവധാനം കൈയനക്കി. എന്നെ തൊട്ടുകൊണ്ട് വളരെ മൃദുവായിട്ട് അവൻ കടുവയെന്ന് മന്ത്രിച്ചു. റൈഫിൾ എൻ്റെ മടിയിലുണ്ടായിരുന്നു. ഞാൻ സാവധാനം റൈഫിൾ പെട്ടെന്ന് പ്രവർത്തിപ്പിക്കുവാനായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള ഭാഗത്തേക്ക് മാറ്റി. എൻ്റെ ഇടത് തള്ളവിരൽ ടോർച്ചിൻ്റെ സ്വിച്ചിൽ സ്പർശിച്ചു. എൻ്റെ കണ്ണുകൾ പാതയുടെ മധ്യത്തിലായിട്ട് പ്രത്യക്ഷപ്പെട്ട ആ കറുത്ത അടയാളത്തിൽ പതിഞ്ഞിരുന്നു. അതൊരു നിഴലാകുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. കാരണം കുറച്ച് മുൻപ് വരെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. 1-2 മിനിറ്റോളം അത് അനങ്ങിയുമില്ല. പിന്നെ അത് പെട്ടെന്ന് ഞങ്ങളുടെ നേർക്ക് വിലക്ഷണമായിട്ടുള്ള രീതിയിൽ കടന്നു വന്നു. എൻ്റെ കൈ റൈഫിളിൽ പിടിമുറുക്കി.
ഞാൻ ആശ്വാസത്തോടെ കഴുതപ്പുലിയാണെന്ന് ബാലുവിനോട് മന്ത്രിച്ചു. അവൻ അപ്പോഴേക്കും ആവേശം മുത്ത് പിരിമുറുക്കത്തിലായിരുന്നു. അപ്പോഴും അവൻ അനക്കമില്ലാതിരിക്കുകയാണെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. കഴുതപ്പുലി ഞങ്ങൾക്ക് മുൻപിലായിട്ട് 10 വാര അകലെ വെച്ച് എരുമയെ കണ്ടപ്പോൾ പെട്ടെന്ന് നിന്നു. എരുമയും അതിനെ കണ്ടിരുന്നു. അത് തലയും ചെവികളും കുത്തനെ ഉയർത്തിയും താഴ്ത്തിയും വീണ്ടും ഉയർത്തിയും താഴ്ത്തിയും ഒരു വെല്ലുവിളി ഭാവത്തിൽ നിന്നു. കഴുതപ്പുലി ഹാസ്യാത്മകമായിട്ട് ചെറുതായിട്ടൊന്ന് ചാടി. ഹോ ഹി ഹി ഗുർ ഗുർ എന്ന് ശബ്ദിച്ചു. അത് ഞങ്ങളെ ഞെട്ടിച്ചു. പിന്നെ പെട്ടെന്ന് തിരിഞ്ഞ് അവന് കഴിയുന്നത്ര വേഗത്തിൽ കാട്ടിലേക്ക് തിരിച്ചോടി. അവൻ അടിക്കാടുകളും തകർത്ത് കുറച്ച് ദൂരം വരെ പോകുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. എരുമ വീണ്ടും പുല്ല് തിന്നുവാനും തികഞ്ഞ അവജ്ഞയോടെ തലകുലുക്കി കൊതുകുകളെ അകറ്റുവാനും തുടങ്ങി. കഴുതപ്പുലി ആ അവജ്ഞ അർഹിക്കുന്നുണ്ട്. കഴുതപ്പുലിയുടെ സ്ത്രീലിംഗ പദത്തോടു കൂടിയ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു തെറിവാക്ക് ബാലു ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ അവനോട് നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ കഴുതപ്പുലിയെ കൊല്ലുമായിരുന്നു. കാരണം കാട്ടിൽ വെച്ച ഏറ്റവും വൃത്തികെട്ട ഒരു മൃഗമാണ് കഴുതപ്പുലി. അവറ്റകളോട് എനിക്ക് ദയാപരമായിട്ടുള്ള യാതൊരു വികാരങ്ങളോ സഹതാപമോ കാണിക്കുവാനായിട്ട് കഴിയില്ല. മയിലിന്റെ മുട്ട മുതൽ ജനിച്ചു വീഴുന്ന ഇളം മൃഗങ്ങൾക്ക് വരെ അവർ അങ്ങേയറ്റം ഭീഷണിയാണ്. ഒരു കഴുതപ്പുലിയെ കൊല്ലുന്നത് വേട്ടക്കാരനെ സംബന്ധിച്ച് അഭിമാനിക്കുവാനായിട്ട് ഒന്നുമില്ല. എങ്കിലും ഞാൻ തന്നെ വളരെയധികം കഴുതപ്പുലികളെ കൊന്നിട്ടുണ്ട്. ഇവ അങ്ങേയറ്റം ഭീരുക്കളാണ്. പക്ഷേ 2 എണ്ണമോ അതിൽ കൂടുതലോ ഒരുമിച്ച് കൂടിയാൽ ഒരു വലിയ മൃഗത്തെ പോലും ചിലപ്പോൾ ആക്രമിച്ചു കളയും. ഒരിക്കൽ ഒരു ഗ്രാമത്തിന്റെ അടുത്ത് വെച്ച് ഒരു കൂട്ടം കഴുതപ്പുലികൾ ഒരു കുതിരയെ കൊന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് രാത്രിയിൽ അവയിൽ 4 എണ്ണത്തിന് ഞാൻ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അടുത്ത കാലത്ത് ഉത്തർപ്രദേശിലെ ചില ജില്ലകളിൽ ഇറങ്ങി ഇവ ആക്രമണം അഴിച്ചു വിടുകയും ചെറിയ കുഞ്ഞുങ്ങളെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇവയെ ഇല്ലാതാക്കുവാനായിട്ട് വളരെയധികം വേട്ടക്കാരെ സർക്കാർ ക്ഷണിച്ചിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ചന്ദ്രൻ ഏറ്റവും മുകളിലെത്തി. പരിസരം വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ചന്ദ്രൻ ആകാശത്ത് വളരെ താഴ്ന്നാണ് കാണപ്പെടുന്നത് എങ്കിൽ ഒരു ശിക്കാരിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിഴലുകൾ ചുറ്റും വ്യാപിക്കും. ഞങ്ങൾക്ക് 15 അടി പിന്നിലായിട്ട് ഒരു ജോഡി പ്രാവുകൾ അസ്വസ്ഥമാവുകയും ഉച്ചത്തിൽ ചിറകടിച്ച് അവരുടെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പറക്കുകയും ചെയ്തതൊഴിച്ചാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. താഴെയുള്ള ഉണങ്ങിയ ഇലകളുടെ മുകളിലൂടെ എന്തോ നീങ്ങുമ്പോഴുണ്ടായ ശബ്ദമുയർന്നു. ഒരു പക്ഷേ ഒരു കീരിയുടെയോ വിരികിൻ്റെയോ ആയിരിക്കും അത്. കുറച്ചു സമയത്തിന് ശേഷം ബാലു മച്ചാനിൽ ഉറങ്ങുവാനായിട്ട് എൻ്റെ അരികിൽ ചുരുണ്ടുകൂടി. പുലരിയുടെ കിരണങ്ങൾ ചുറ്റും പടർന്നപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി. പിന്നെ എരുമയെ അഴിച്ചുകൊണ്ട് തിരികെ ഗ്രാമത്തിലേക്ക് നടന്നു. ബിർജയും കനയ്യയും തീയും കാഞ്ഞ് ബിർജയുടെ വീടിന്റെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും എഴുന്നേറ്റിരുന്നു. കുടുംബനാഥൻ മുതൽ കൊച്ചുകുട്ടികൾ വരെ അവരുടെ പ്രഭാത പ്രവൃത്തികളിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നേർത്ത പുകച്ചുരുളുകൾ എല്ലാ കുടിലിന്റെ അടുക്കളയിൽ നിന്നും ഉയരുന്നു. മഞ്ഞുതുള്ളികൾ ഗ്ലാസ് മുത്തുകൾ പോലെ പുൽനാമ്പുകളിൽ പറ്റിപ്പിടിച്ച് തിളങ്ങുന്നു. തണുത്തു മരവിച്ച പട്ടികൾ കാലും മുതുകും വലിച്ചു നീട്ടി ഊഷ്മളമായിട്ടുള്ള പ്രഭാതത്തെ സ്വാഗതം ചെയ്തു. ഗ്രാമത്തിനു ചുറ്റുമുള്ള മരങ്ങളിൽ നിന്നും പക്ഷികളുടെ കളകൂജനങ്ങൾ മുഴങ്ങി. ഗ്രാമവാസികൾ എല്ലാവരും തന്നെ നേരം വെളുക്ക് മുൻപേ എഴുന്നേൽക്കാറുണ്ട്. ആണുങ്ങൾ കൃഷിക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും എടുത്ത് നേരത്തെ തന്നെ വയലുകളിലേക്ക് പോയിരുന്നു. ചിലർ കന്നുകാലികളെ കറന്ന് അവയെ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നയിക്കും. കുട്ടികൾ വിറക് ശേഖരിക്കുവാനോ കാലി മേയ്ക്കുവാനോ പുറപ്പെടും. സ്ത്രീകൾ കിണറ്റിൽ നിന്നും വെള്ളം ശേഖരിക്കുവാനായിട്ട് വെങ്കല പാത്രങ്ങളുമായിട്ട് യാത്രയാകും. പിന്നെ അവർ മൺപാത്രങ്ങൾ ചുട്ടെടുക്കും. മറ്റു 100 കാര്യങ്ങൾ കൂടി അവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വനഗ്രാമങ്ങളിൽ വിറകിന് യാതൊരു ക്ഷാമവുമില്ല. എങ്കിലും ആർക്കും മരങ്ങൾ വെട്ടി വീഴ്ത്തുവാനായിട്ട് അനുവാദമില്ല. വനഭൂമിയിൽ വീണ് കിടക്കുന്ന ഉണങ്ങിയ ശിഖരങ്ങളും ചില്ലകളും എന്തുമാത്രം വേണമെങ്കിലും ശേഖരിക്കാം. 2 ദിവസം കഴിഞ്ഞ് കനയ്യ വീണ്ടും വന്നു. പലഷ്ഘട്ടിൽ നിന്നും അധികം അകലെയല്ലാതെ വനാതിർത്തിക്ക് പുറത്തായിട്ട് മേഞ്ഞുകൊണ്ടിരുന്ന കാലിക്കൂട്ടത്തിൽ നിന്നും 2 പശുക്കളെ കടുവ കൊലപ്പെടുത്തിയെന്ന് അവൻ പറഞ്ഞു. ഒന്നിനെ കൊന്നയിടത്ത് തന്നെ ഉപേക്ഷിച്ചിരുന്നു. 2ാമത്തെ മൃഗത്തെ വനത്തിന്റെ ഉള്ളിലേക്ക് 200 വാരയോളം വലിച്ചിടിച്ച് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ് ഇടുങ്ങിയ ഒരു അരുവിയുടെ തീരത്ത് എത്തിച്ചിരുന്നു. അവിടെ വെച്ച് ഇരയുടെ പിൻകാലിന്റെ കുറച്ചു ഭാഗം കടുവ കഴിച്ചു. അവസാനം മിച്ചമുള്ളത് ഇടതൂർന്ന ഒരു കുറ്റിക്കാടിന്റെ അടിയിലേക്ക് വളരെ ശ്രദ്ധാപൂർവം വലിച്ചിഴച്ച് ഒളിപ്പിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഒരു മൃഗം കിടക്കുന്നത് വനത്തിന് പുറത്ത് തുറസായിട്ടുള്ളൊരു സ്ഥലത്താണ്. അതിനെ കടുവ ആഹരിച്ചിരുന്നില്ല. കഴുകന്മാരിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ട് കനയ്യ ഇലകളും ചില്ലകളും വെച്ച് അതിനെ മൂടിയിരുന്നു. കൂടാതെ തൊട്ടടുത്ത് അനുയോജ്യമായിട്ടുള്ള ഒരു മരത്തിൽ നിർമ്മിച്ച മച്ചാന് മുകളിൽ പരിസരം നിരീക്ഷിക്കുവാനായിട്ട് ഒരാളെയും ഏർപ്പെടുത്തിയാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത്. അരുവിയുടെ അടുത്ത് 2ാമത്തെ മൃഗം കിടക്കുന്ന സ്ഥലത്ത് മുള്ളുകളുള്ള കാരക്കുറ്റിക്കാടുകൾ ധാരാളമുണ്ട്. മച്ചാൻ കെട്ടുവാൻ അനുയോജ്യമായിട്ടുള്ള ഒരു മരം പോലും അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. കൊല നടന്ന 2 സ്ഥലങ്ങളും പലഷ്കട്ടയിൽ നിന്നും 1.5 മൈൽ അകലെയാണ്. കൊല നടന്ന 2 സ്ഥലങ്ങളുടെ അരികിലും കനയ്യയ്ക്ക് ഒരു വലിയ ആൺകടുവയുടെ കാലടയാളങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കൊല നടന്നത്.
മേയുവാനായിട്ട് പോയ 2 പശുക്കളും ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതോടെ ഒരു തിരച്ചിൽ സംഘം കനയ്ക്കും ബിർജയ്ക്കുമൊപ്പം പിറ്റേ ദിവസം അത് രാവിലെ അന്വേഷിച്ചു പോയി. അങ്ങനെയാണ് പശുക്കളെ കണ്ടെത്തിയത്. മുൻപ് പറഞ്ഞ മച്ചാന്റെ അരികിലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ ആയിരുന്നു കൊല്ലപ്പെട്ട 2 പശുക്കളിൽ ഒന്ന്. അവളും തിരച്ചിൽ സംഘത്തിന്റെ ഒപ്പം പോയിരുന്നു. തന്റെ പശുവിനെ കണ്ടപ്പോൾ അവൾ അതിന്റെ അരികിൽ ഇരുന്ന് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെട്ടതുപോലെ ഹൃദയം പൊട്ടിക്കരഞ്ഞു. ഈ കടുവ 2 കൊലകൾ ചെയ്തെങ്കിലും ഒന്നിനെ മാത്രമാണ് ആഹരിക്കൂ എന്നത് ഉറപ്പാണ്. അതിനെയാണ് കാടിന്റെ ഉള്ളിലേക്ക് അത് വലിച്ചുകൊണ്ടു പോയതും ഭാഗികമായിട്ട് ആഹരിച്ചതും. മിച്ചമുള്ളത് വളരെ ശ്രദ്ധാപൂർവം ഒളിപ്പിച്ചു വെച്ചതിലൂടെ രണ്ടാമതും ആഹരിക്കുവാനായിട്ട് അവൻ തിരിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ അരുവിയുടെ അരികിൽ മച്ചാൻ കെട്ടുവാനായിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു മരം പോലും ഇല്ല എന്ന് കനയ്യ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അനുയോജ്യമായിട്ടുള്ള സ്ഥലം നിലത്ത് എവിടെയെങ്കിലും കണ്ടെത്തുവാനായിട്ട് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഒന്നുകിൽ അരുവിയുടെ തീരത്തോ അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന ഭാഗത്തോ എനിക്കത് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ മുൾച്ചെടികൾ ഉപയോഗിച്ച് ഒരു ഒളിസങ്കേതം നിർമ്മിക്കാം. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല തെളിഞ്ഞ ചന്ദ്രപ്രകാശത്തിൽ ചെറിയ ചലനം പോലും ഒരു കടുവയുടെ കണ്ണുകൾ പിടിച്ചെടുക്കും. അതുകൊണ്ട് നന്നായിട്ട് മറച്ച ഒളിയിടത്തിൽ പൂർണ്ണ നിശ്ചലനായിട്ട് ഇരിക്കേണ്ടി വരും. തികച്ചും നിശ്ചലനായിട്ട് രാത്രി മുഴുവനും അങ്ങനെ ഇരിക്കുക എന്നത് അത്ര എളുപ്പവുമല്ല. പക്ഷേ വിദഗ്ധനായിട്ടുള്ളൊരു ശിക്കാരിക്ക് അതിന് നിസ്സാരമായിട്ട് കഴിയും. കൂറ്റാക്കൂരിരുട്ടുള്ള രാത്രിയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ അവസ്ഥ നേരെ തിരിച്ചാണ്. നിലത്ത് മറയിടം കെട്ടിയിരിക്കുന്നതും അത്ര സുരക്ഷിതമല്ല. ഈ കടുവ നരഭോജി അല്ലെങ്കിൽ പോലും അപകടം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയായിരിക്കും അത്. ഞാൻ ചെയ്യേണ്ട ആദ്യ കാര്യം വനത്തിന് പുറത്തായിട്ട് കടുവ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച മൃഗത്തെ അവിടെ നിന്നും നീക്കുക എന്നതാണ്. കാരണം അരുവിയുടെ ഭാഗത്ത് പാതി ആഹരിച്ച ഇരയിലേക്ക് കടുവ മടങ്ങി വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അപകടമുണ്ടോ എന്നതിന് സംശയം തോന്നിയാൽ സ്വാഭാവികമായിട്ടും അവൻ മറ്റേ ഇരയെക്കുറിച്ച് ഓർക്കും. പിന്നെ അതിൻ്റെ അരികിലേക്ക് പോകും. അവിടെ ആ ഇരയെ കണ്ടില്ലെങ്കിൽ കടുവ വീണ്ടും ഒരു റിസ്ക് എടുക്കുവാനായിട്ട് തയ്യാറാകും. എവിടെയാണോ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നത് അവിടേക്ക് അവൻ തിരിച്ചു വരും. അതേ സമയത്ത് കടുവയുടെ അസാധാരണമായിട്ടുള്ള കൗശലത്തെ വില കുറച്ച് കാണുവാനും പാടില്ല. അവന് വേറെയും സാധ്യതകളുണ്ട്. കടുവയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ പ്രദേശത്തു നിന്നും അത് പൂർണ്ണമായിട്ടും വിട്ടുപോകും. പിന്നെ മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട് പുതിയ ഒന്നിനെ വേട്ടയാടും. അതുകൊണ്ട് 2 ഇരകളെയും കെണിയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അതിനായിട്ട് എത്രയും വേഗം അനുയോജ്യനായിട്ടുള്ളൊരു ശിക്കാരിയെ കണ്ടെത്തണം. ഒരു കടുവയെ കൊല്ലണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് എംഹോയിൽ എനിക്കുണ്ടായിരുന്നു. അയാൾ റൈഫിൾ കൊണ്ട് വെടിവെക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഇതിനോടകം 2 പുള്ളിപ്പുലികളെയും ചെറിയ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെയും അയാൾ വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു കടുവയെ അവൻ വെടിവെച്ചിട്ടില്ല. നമ്മൾ അവനെ ഈ കഥയിൽ ബി എന്നാണ് ഇനി മുതൽ വിളിക്കുക. ഞാൻ അവൻ്റെ വീട്ടിലെത്തി. പിന്നെ അവനോട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അവൻ എൻ്റെ കൂടെ വരുവാനായിട്ട് തയ്യാറായി. വനത്തിന് പുറത്ത് കിടക്കുന്ന ഇരയുടെ സമീപത്തുള്ള മച്ചാനിൽ ഇരിക്കുവാൻ അയാളെ നിയോഗിച്ചു. അങ്ങനെ ഞാനും ബിയും കനയ്യയും വൈകുന്നേരം 4 മണിക്ക് പലശ്കട്ടയിലെത്തി. കാർ അവിടെ തന്നെ ഇട്ടിട്ട് സംഭവ സ്ഥലങ്ങളിൽ എത്രയും വേഗത്തിലെത്തുവാനായിട്ട് കാലുകൾ വലിച്ചു നീട്ടി നടന്നു. അവിടെ ഇരയെ നിരീക്ഷിക്കുവാനായിട്ട് 2 പേർ മച്ചാനിൽ ഉണ്ടായിരുന്നു. ഇര ഈ മരത്തിൽ നിന്നും ഏകദേശം 30 വാര അകലെയാണ് കിടക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 3-4 പ്രാവശ്യം കാട്ടിൽ നിന്നും കടുവയുടെ വിളി കേട്ടുവെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഇടത്തു നിന്നും 1000 വാരയിൽ കൂടുതൽ അകലമില്ല കടുവയുടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക്. ഇരയുടെ മുകളിലുള്ള ഇലകളും ചില്ലകളുമെല്ലാം എടുത്തു മാറ്റി. മൃഗത്തിന്റെ കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. തല പുറകിലേക്ക് വളച്ചു തിരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. കഴുത്തിന്റെ ഇരുവശവും ഏകദേശം 4 ഇഞ്ച് ആഴത്തിൽ വേർപെട്ട് നിൽക്കുന്നു. അവിടെ 2 വലിയ മുറിവുകൾ കാണാമായിരുന്നു. അവിടെയാണ് കടുവയുടെ ഉളിപ്പല്ലുകൾ ആഴ്ന്നിറങ്ങിയത്. ബി മച്ചാനിലെത്തി പരിശോധിച്ചു. എല്ലാം നല്ലത് എന്ന് ഉറപ്പുവരുത്തി. ഞാൻ ആ കാവൽക്കാരോട് ആ മരത്തിന്റെ അരികിൽ കനയ്യ മടങ്ങിയെത്തും വരെ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം അടുത്ത ഇര കിടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകേണ്ടത് കനയ്യ ആണ്. ഞങ്ങൾ 2 പേരും അരുവിയുടെ തീരത്തേക്ക് പുറപ്പെട്ടു. ഞാൻ റൈഫിൾ എന്തിനും തയ്യാറാക്കി പിടിച്ചിരുന്നു. സ്പോട്ടിലേക്ക് അടുത്തതും ഞാൻ കനയ്യയുടെ മുൻപിൽ കയറി നടന്നു. തൊട്ടു പിന്നാലെ കനയ്യ എൻ്റെ ടോർച്ചും ഒരു വലിയ ഓവർകോട്ടും തടിച്ച തലയണയും ചുമന്നു വരികയാണ്. സ്ഥലത്തോടടുക്കാറായപ്പോൾ ഞങ്ങൾ കുറച്ചു സമയം നിന്നു. എല്ലുകളോ മറ്റോ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഇരയെടുക്കുന്ന ഒരു കടുവയെ സമീപിക്കുന്നത് വളരെ അപകടമാണ്. ഒരു കടുവയ്ക്കും അത് ഇഷ്ടപ്പെടില്ല. മാത്രവുമല്ല ഈ കടുവ കടുത്ത ദേഷ്യക്കാരനാണെന്ന പേരും ഇതിനോടകം നേടിയിരുന്നു. കൂടാതെ അതിന് മനുഷ്യനെ യാതൊരു പേടിയുമില്ല. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ച ഒരു കാഴ്ചയായിരുന്നു അവിടെ കാത്തിരുന്നത്. അന്ന് രാവിലെ കനയ്യ ഇരയെ അവസാനമായിട്ട് കണ്ടയിടത്ത് അതുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിശയപ്പെട്ടു. വ്യക്തമായിട്ടും മൃഗത്തെ വലിച്ചിഴച്ചതിൻ്റെ അടയാളങ്ങൾ അവിടെ കാണുവാനുണ്ടായിരുന്നു. ഇര കിടന്ന ഭാഗത്തു നിന്നും ഇതിനോടകം എനിക്ക് പരിചിതമായിട്ടുള്ള ആ വലിയ കാലടയാളങ്ങൾ അരുവിത്തടത്തിന്റെ താഴേക്ക് നീണ്ടു നീണ്ടു പോകുന്നു. ഞങ്ങൾ വേഗം ആ കാൽപ്പാടുകളെ പിൻപറ്റി. അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് എല്ലായിടവും ശ്രദ്ധിച്ചു.
വലിച്ചിഴച്ച അടയാളം സുമാർ 100 വാരയോളം ദൂരേക്ക് പോകുന്നു. ഒടുവിൽ ഇരയെ കണ്ടെത്തി. ഇടതൂർന്ന മുള്ളു നിറഞ്ഞ കുറ്റിക്കാട്ടിൽ 2 പാറകൾക്കിടയിലായിട്ട് ശ്രദ്ധാപൂർവം അതിനെ തിരികെ വെച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഞങ്ങൾ ചുറ്റും നോക്കി. കടുവ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. കുറച്ച് പ്രാവുകൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള മുള്ളു നിറഞ്ഞ കുറ്റിക്കാടുകളിൽ സമാധാനപൂർണ്ണമായിട്ടിരിപ്പുണ്ടായിരുന്നു. ഒരു കറുത്ത ഇരട്ട വാലൻ പക്ഷി പ്രാണികളെ പിടിക്കുന്ന തിരക്കിലായിരുന്നു. പൊന്തക്കാട്ടിലേക്ക് ഓരോ ഊളിയിടലിന് ശേഷവും തുടർച്ചയായിട്ട് അതിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു. ഇരട്ട വാലൻ പക്ഷിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സമീപത്തെങ്ങാനും മാംസഭോജികൾ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന പക്ഷികളിൽ ഒന്നാണിത്. കനയ്യ ശവത്തിലേക്ക് വളരെ ശ്രദ്ധാപൂർവം നോക്കി. രാവിലെ അവൻ കണ്ടതുപോലെ തന്നെയാണ് ഇര കിടക്കുന്നത്. അതായത് കടുവ ഇതുവരെ ഒന്നും തന്നെ ആഹരിച്ചിട്ടില്ല. എങ്കിലും ഒരു സംശയം ബാക്കിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും മുൻപത്തെ സ്ഥാനത്തു നിന്നും കടുവ ഇരയെ വലിച്ചു മാറ്റിയത്? അങ്ങനെ അത് ചെയ്യുവാനായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഈ കടുവ താൻ പിടിച്ച ഇരയുടെ ചുറ്റുവട്ടത്ത് തന്നെ കഴിഞ്ഞുകൂടുവാനായിട്ട് താല്പര്യമുള്ള കക്ഷിയാണ്. ഞാൻ പെട്ടെന്ന് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. ഒരിടത്തും ഇരിക്കുവാനായിട്ട് പറ്റിയ ഒരു മരം പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും ചത്ത പശുവിൽ നിന്നും ഏകദേശം 5 വാര അകലെയായിട്ട് അരുവിയുടെ തീരത്തായിട്ട് ഒരു വലിയ പാറയുണ്ടായിരുന്നു. നിലത്ത് നിന്നും മുകളിലേക്ക് 4 അടിയോളം ഉയർന്നു നിൽക്കുന്ന ഈ പാറയുടെ മുകൾ വശം സാമാന്യം നന്നായിട്ട് പരന്നതാണ്. അതാകട്ടെ 2 കാരക്കുറ്റിക്കാടുകളുടെ ഇടയിലായിട്ട് മറഞ്ഞാണ് ഇരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കടുവയുടെ ശ്രദ്ധ വേഗം പതിയാത്ത നല്ലൊരു ഒളിയിടവുമായിരുന്നു അത്. പക്ഷെ അത് ഇരയോട് വളരെ അടുത്താണുള്ളത്. അവിടെ മറഞ്ഞിരിക്കുവാനായിട്ട് പറ്റിയ നല്ല സ്ഥലം ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാരക്കുറ്റിച്ചെടികളുടെ ഇടയിലുള്ള ആ പാറയിൽ അന്ന് രാത്രി ഇരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്റെ വലിയ ഓവർകോട്ട് ധരിച്ചു. മറഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കുന്ന മറ്റൊരു മറവ് വൈകാതെ കണ്ടെത്തി. ഒരു കൂട്ടം മുൾച്ചെടിക്കൂട്ടമായിരുന്നു അത്. മുന്നിലുള്ള 1-2 ശിഖരവും ചെറിയ ചില്ലകളും നീക്കം ചെയ്തു. എന്നിട്ട് കഴിയുന്നത്ര രീതിയിൽ സുഖകരമായിട്ട് ഒരു സ്ഥാനത്തിരുന്നു. എന്റെ പിന്നിലുള്ള കുത്തനെയുള്ള തീരത്തെ മാണ്ടിയിൽ പുറം ചാരിയാണ് ഞാൻ ഇരുന്നത്. ആശ്വാസകരമായിട്ടുള്ള ചിന്ത എന്താണെന്നാൽ ആ ദിശയിൽ നിന്നും, അതായത് എനിക്ക് പിന്നിൽ നിന്നും ഒരു മൃഗത്തിനും വരുവാനായിട്ട് കഴിയില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് കടുവയെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. കനയ്യ ചുറ്റും നടന്ന് ഞാനിരിക്കുന്ന ഒളിയിടത്തിന് നേരെ പല ഭാഗത്തു നിന്നും നോക്കി. എന്നിട്ട് തിരിച്ചു വന്ന് അത് പെർഫെക്റ്റ് ആണെന്നും പക്ഷെ ഇരയോട് വളരെ അടുത്താണെന്നും കൂടാതെ ഈ കടുവ വളരെ വലുതും ശക്തനുമാണെന്നും മുന്നറിയിപ്പ് നൽകി. വളരെ സൂക്ഷിക്കണം. എവിടെയാണോ അവൻ നിൽക്കുന്നത് അവിടെ തന്നെ വീഴ്ത്തിയേക്കണം. അല്ലെങ്കിൽ അവൻ വലിയ കുഴപ്പമുണ്ടാക്കും. ഈ കടുവ ഒരു ഭൂതമാണ്, കനയ്യ പറഞ്ഞു. ഞാൻ വളരെ അനുഭാവപൂർവ്വം അവന്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഞാനോ അല്ലെങ്കിൽ ബിയോ രാവിലെ ഗ്രാമത്തിൽ വന്ന് അവരെ വിളിക്കും വരെ ഒരുത്തിനെയും ആ പ്രദേശത്തേക്ക് അടുപ്പിച്ചേക്കരുത് എന്നുള്ള പതിവ് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഞാൻ അയാളെ പറഞ്ഞയച്ചു. അവൻ വളരെ ശ്രദ്ധയോടെ അരുവിയും ചുറ്റുമുള്ള കുറ്റിക്കാടുകളും കടന്ന് കഴിയുന്നത്ര വേഗത്തിൽ അകന്നു പോകുന്നത് ഞാൻ കണ്ടു. എന്നാൽ 5 മിനിറ്റിന് ശേഷം അവൻ തിരിച്ചു വന്ന് അവിടെ കുറച്ചകലെയായിട്ട് കുറ്റിക്കാട്ടിലൂടെ ഏതോ മൃഗം നീങ്ങുന്നുണ്ട് എന്ന് എന്നോട് മന്ത്രിച്ചു. ഞാൻ അവനോട് എൻ്റെ അരികിലായിട്ട് ഇരിക്കുവാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ചെവി വട്ടം പിടിച്ചു. ഒന്നും കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇരട്ട വാലൻ പക്ഷി അപ്പോഴും പ്രാണികളെ ആഹരിക്കുന്നുണ്ട്. പ്രാവുകൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന സാന്ധ്യാപ്രകാശത്തിൽ സമാധാനപൂർവ്വം ഇരിപ്പുണ്ടായിരുന്നു. സമയം ഒട്ടും കളയുവാനില്ല. ഞാൻ കനയ്യോട് വനത്തിന്റെ അതിർത്തി വരെ അവന് എസ്കോർട്ട് വരാമെന്നും പിന്നെ ഗ്രാമത്തിലെ മച്ചാന്റെ അരികിലെത്തിയാൽ അവിടെ കാത്തു നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് കഴിയുമെന്നും പറഞ്ഞു. ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെവി വട്ടം പിടിച്ച് മുൻപോട്ട് നീങ്ങി. ആ യാത്രയെ വനത്തിന്റെ അതിർത്തി വരെ ഒന്നും തന്നെ കാണുവാനോ അതുപോലെ കേൾക്കുവാനോ കഴിഞ്ഞില്ല. മുൻപ് അവിടെ ഏതോ ഒരു മൃഗം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ അതൊരു കഴുതപ്പുലി ആയിരിക്കും. ആ പ്രദേശത്ത് അവ ധാരാളം ഉണ്ടായിരുന്നു. കനയ്യ വനത്തെ ഭയപ്പെടുന്നവനല്ലെന്ന് എനിക്കറിയാം. അവന് നല്ല കേൾവിശക്തിയുള്ള ചെവികളുമുണ്ട്. കുറച്ചു സമയത്തിന്റെ ഉള്ളിൽ ഞാൻ തിരിച്ച് എൻ്റെ സ്ഥാനത്ത് എത്തി. ചീവീടുകളുടെ തുടർച്ചയായിട്ടുള്ള ചെവി തുളച്ചു കയറുന്ന ശബ്ദത്തിനൊപ്പം എനിക്ക് മുൻപിലായിട്ട് 5 വാര അകലെയായിട്ട് പാതി ആഹരിക്കപ്പെട്ട ചത്ത പശുവിൽ അരിച്ചു നടക്കുന്ന മണികണ്ഠ നീച്ചകളുടെ മുകളിലും ഉയർന്നു. അരുവിയുടെ തടത്തിന് മുകളിലായിട്ട് കാണപ്പെടുന്ന എല്ലാ മുൾക്കാടുകളും ഇലകൾ ഏതാണ്ട് മുഴുവനായിട്ട് പൊഴിഞ്ഞാണ് കിടക്കുന്നത്. ഇത് ഞാൻ മുൻപേ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇടതൂർന്ന തഴച്ചു വളർന്നു നിൽക്കുന്ന കാരക്കുറ്റിക്കാടുകളും അരുവിയുടെ തടത്തിലുണ്ടായിരുന്നു. അവിടെയും വളരെയധികം പ്രാവുകൾ ഉണ്ടായിരുന്നു. പ്രാവുകൾ ചേക്കേറുന്ന മരങ്ങൾ വളരെ അകലെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അരുവിയുടെ തടത്തിലുള്ള ഇടതൂർന്ന കാരക്കുറ്റിക്കാടുകളിൽ അവർ രാത്രി ചെലവഴിക്കും. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ വിചാരിച്ചതുപോലെ വേറെയും പ്രാവുകൾ പറന്നു വന്ന് ആ കുറ്റിക്കാടുകളിൽ ഇരുന്നു. എനിക്ക് സന്തോഷമായി. രാത്രിയിൽ ഏതെങ്കിലും മൃഗം അരുവിത്തടത്തിനെ സമീപിച്ചാൽ അവ വലിയ ശബ്ദത്തിൽ ചിറകുകളടിച്ച് എനിക്ക് മുന്നറിയിപ്പ് നൽകും. ചന്ദ്രൻ വിചാരിച്ചതിലും മുൻപ് ഉദിച്ചു. താമസിയാതെ തന്നെ പൂർണ്ണചന്ദ്രനായി. കുറ്റിക്കാടുകളുടെ അടിയിലെ ഇരുണ്ട നിഴലുകൾ ചലിക്കുന്ന കാഴ്ച പോലും വളരെ വ്യക്തമായിരുന്നു. നീലക്കൂളൻ പക്ഷികൾ അവരുടെ പരിചിതമായിട്ടുള്ള ശബ്ദങ്ങൾ മുഴക്കി.
എന്റെ പിന്നിലായിട്ട് 100 വാര അകലെ നിന്നും ഒരു വലിയ മൂങ്ങ ഇടയ്ക്കിടെ മൂളിക്കൊണ്ടിരുന്നു. കാര്യമായ യാതൊരു സംഭവവുമില്ലാതെ ഏകദേശം 3 മണിക്കൂറുകൾ അങ്ങനെ സമാധാനപരമായിട്ട് കടന്നുപോയി. എനിക്ക് ഉറക്കം തോന്നി, എങ്കിലും അതിനെതിരെ ശക്തമായിട്ട് പൊരുതിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് പിന്നിലായിട്ട് ഏകദേശം 500 അല്ലെങ്കിൽ 600 വാര അകലെ നിന്നും ഒരു ആൺകടുവയുടെ വൂഫ് വൂഫ് ശബ്ദം ഭീകരമായിട്ട് മുഴങ്ങി. ഒരു നിമിഷം കാട്ടിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഭയം നിറഞ്ഞ പിരിമുറുക്കത്തോടെയും ഞെട്ടലോടെയും ഞെട്ടി ഉണർന്നു. കാടിന്റെ യജമാനൻ തന്റെ സാന്നിധ്യം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഭയരഹിതനായിട്ട് വരികയാണ്. അകലെയായിട്ട് ഒരു മാൻ ഭയപ്പെട്ട് തുടരെ തുടരെ നിലവിളിക്കുവാൻ തുടങ്ങി. പിന്നെ എല്ലാം വീണ്ടും നിശബ്ദമായി. എന്നിൽ നിന്നും കടുവ സുമാർ 500 വാര അകലെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ സന്ധിവേദന അല്പമൊന്ന് കുറയ്ക്കുവാനായിട്ട് ഞാനൊന്ന് സ്ഥാനം മാറി. ഇപ്പോൾ ഇരിപ്പ് സുഖകരമായി. ഇനിയൊരു 2-3 മണിക്കൂർ കൂടി എനിക്ക് അങ്ങനെ തന്നെ അനങ്ങാതിരിക്കുവാനായിട്ട് കഴിയും. അവൻ ഇരയുടെ നേർക്ക് വരികയാണെങ്കിൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ എത്തിച്ചേരും. ചിലപ്പോൾ അതിൽ കൂടുതലോ എടുത്തേക്കാം. പെട്ടെന്ന് എന്റെ ഇടതുവശത്തു നിന്നും ഏകദേശം 40 അല്ലെങ്കിൽ 50 വാര അകലെ നിന്നും അരുവിയിലേക്ക് ഒരു കല്ല് സ്ഥാനം തെറ്റി വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. അവൻ ആ ദിശയിലൂടെ തന്നെ വരണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ആ വശത്ത് നല്ല മറവുണ്ട്. അവൻ ഇടതുവശത്തു കൂടിയാണ് വരുന്നത് എങ്കിൽ അനായാസം വെടിയുതിർക്കുവാനും കഴിയും. കുറച്ചു സമയത്തിന് ശേഷം ആദ്യം കല്ല് നിരങ്ങി വെള്ളത്തിൽ വീണ ശബ്ദത്തിൽ നിന്നും കുറച്ചുകൂടി അടുത്തുള്ള ഒരു കാരക്കുറ്റിച്ചെടിയിൽ നിന്നും പ്രാവുകൾ വലിയ ശബ്ദത്തിൽ ചിറകടിച്ച് പറന്നു പൊങ്ങി. ഒരു പക്ഷേ ആ കാരക്കുറ്റിക്കാടിന്റെ നേരെ അടിയിൽ നുഴഞ്ഞു കയറി നിന്നുകൊണ്ട് പരിസരത്ത് വല്ല അപകടവും ഉണ്ടോ എന്ന് അവൻ നിരീക്ഷിക്കുകയാവാം. എന്തായാലും അവനിപ്പോൾ വരുന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇടതുവശത്തുള്ള അരുവിത്തടത്തിലൂടെയായിരുന്നു. കുറച്ച് മിനിറ്റിന്റെ ഉള്ളിൽ വളരെ അടുത്തു നിന്നും വേറെയും കുറച്ച് പ്രാവുകൾ കൂടി പറന്നകന്നു. അവന്റെ ഓരോ ചുവടുവയ്പ്പുകളുടെ മുന്നേറ്റവും പ്രാവുകൾ സമയാസമയം എന്നെ അറിയിക്കുന്നുണ്ട്. ഇനി മുതൽ ഏത് നിമിഷവും എന്നിൽ നിന്നും കുറച്ച് വാരകൾ മുൻപിലായിട്ട് തെളിഞ്ഞ ചന്ദ്രപ്രകാശത്തിൽ അവന്റെ രൂപം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ടോർച്ചും റൈഫിളുമായിട്ട് വെടിവയ്ക്കുവാനായിട്ട് തയ്യാറായി. ഓരോ മിനിറ്റിലും ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് നിമിഷങ്ങൾ ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. അപ്പോൾ കുറച്ച് പ്രാവുകൾ കൂടി പറന്നുയരുന്ന ശബ്ദം കേട്ടു. ഈ സമയത്ത് എന്റെ വലതുവശത്ത് 30 അല്ലെങ്കിൽ 40 വാര അകലെ നിന്നുമായിരുന്നു അത് പറന്നു പൊങ്ങിയത്. ഇപ്പോൾ കാര്യങ്ങൾ അല്പം സങ്കീർണമായി. ഏതോ ഒരു മൃഗം എൻ്റെ വലതുവശത്തുണ്ട്. അത് മറ്റൊരു പെൺകടുവയായിരിക്കുമോ? എന്നിൽ നിന്നും കേവലം 5 വാര അകലെയായിട്ട് ഇരുവശത്തു നിന്ന് 2 കടുവകൾ സമീപിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതത്ര നല്ല കാര്യമല്ല. വലതുവശത്തുള്ള മൃഗം ഇപ്പോൾ കുറച്ചുകൂടി അടുത്തു. പ്രാവുകൾ വീണ്ടും ഗുണപ്രദമായി. എന്നാൽ ഇടതുവശത്തു നിന്നും ചലനത്തിന്റെ യാതൊരു അടയാളവും കണ്ടില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ വലതുവശത്ത് 5-6 ചുവടുകൾ അകലെയായിട്ട് ഒരു മൃഗം ശ്വാസം എടുക്കുന്ന ശബ്ദം ഞാൻ വളരെ വ്യക്തമായിട്ടും കേട്ടു. അതേ തുടർന്ന് ഒരു വലിയ കഴുതപ്പുലി ആ പാറയുടെ പിന്നിൽ നിന്നും കടന്നു വന്നു. ജാഗ്രതയോടെയും ഭയത്തോടെയും അവൻ ഇരയെ സമീപിച്ചു. പിന്നെ ഞാനിരിക്കുന്ന ദിശയിലേക്ക് കുറച്ച് നിമിഷങ്ങൾ നോക്കി നിന്നു. അതിനുശേഷം ഇരയുടെ നേരെ നടന്നു. ഞാൻ ശ്വാസം അടക്കി പിടിച്ച് പ്രാഗി. എങ്കിലും വേറൊരു വിധത്തിൽ ഞാൻ സന്തോഷവാനായിരുന്നു. കാരണം കഴുതപ്പുലി വന്നുവെന്ന് കരുതി ഇരയിൽ നിന്നും കടുവ അകന്നു പോകില്ല. കൂടാതെ കഴുതപ്പുലിയുടെ പെരുമാറ്റം നിരീക്ഷിക്കും വഴി കടുവയുടെ വരവും എനിക്ക് അറിയുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, കഴുതപ്പുലി ഇരയുടെ അടുത്തുണ്ടെങ്കിൽ ഇരയുടെ അടുത്ത് മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള അപകടമുണ്ടെന്ന് കടുവ സംശയിക്കില്ല. കഴുതപ്പുലിയുടെ പിൻവശം എൻ്റെ നേരെ വന്നപ്പോൾ വളരെ സാവധാനം മടിയിലേക്ക് റൈഫിൾ താഴ്ത്തി. എൻ്റെ പിരിമുറുക്കത്തിന് അല്പം ആശ്വാസമായി. എങ്കിലും ഏതു മൃഗമായിരിക്കും എൻ്റെ ഇടതുവശത്തുള്ളത്? എന്തായാലും അതൊരു കടുവയാണെന്ന് ഉറപ്പാണ്. പക്ഷേ എവിടെയായിരിക്കും അവനിപ്പോൾ ഉള്ളത്? അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കുമോ? അതെന്നെ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൻ എൻ്റെ മണം പിടിക്കുവാനും സാധ്യതയില്ല. കാരണം കടുവയ്ക്ക് മണം പിടിക്കുവാനുള്ള കഴിവ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇതിനോടകം അവനൊരു പ്രേതത്തെ പോലെ മാഞ്ഞു പോയിരിക്കുമോ? കഴുതപ്പുലിയുടെ തീറ്റയെടുപ്പ് നിരീക്ഷിക്കുന്നത് രസമുള്ളതും അതുപോലെ വെറുപ്പുളവാക്കുന്നതുമായിട്ടുള്ള കാഴ്ചയാണ്. വളരെ തിടുക്കത്തിലായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ. ഇടയ്ക്കിടയ്ക്ക് വന്ന വഴിയിലേക്ക് ഓടിപ്പോവും, പിന്നെ തിരിച്ച് ഇരയുടെ അടുക്കിലേക്ക് ഓടി വരും. ഇതിനോടകം അത് പശുവിൻ്റെ വയറ് കടിച്ചു കീറി തുറന്നിരുന്നു. കുടലുകൾ, കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവ ആഹരിച്ചു. ഒരു എല്ല് പോലും അവൻ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല. അവൻ 1-2 പ്രാവശ്യം രണ്ടും കൽപ്പിച്ച് ആ ശവം വലിച്ചു പുറത്തേക്കിടുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. അത് 2 പാറകൾക്കിടയിൽ പൂർണ്ണമായിട്ടും തിരികെ വെച്ച നിലയിലാണല്ലോ. തന്നെയുമല്ല, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വലിയ പശുവായിരുന്നു അത്. ഏകദേശം അരമണിക്കൂറോളം അവൻ ആർത്തി പിടിച്ച് തീറ്റ തുറന്നു. പിന്നെ പെട്ടെന്ന് അവൻ വലതുവശത്തേക്ക് കുതിച്ചോടിയകന്നു. പിന്നെ തിരിച്ചു വന്നില്ല. ഞാനതൊരു അടയാളമായിട്ട് കണ്ട് വീണ്ടും തയ്യാറായി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. രാത്രി മുഴുവനും മറ്റു സംഭവങ്ങളൊന്നുമില്ലാതെ വിരസമായിട്ട് കടന്നുപോയി. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലും നിരാശയിലുമായി. കടുവ എൻ്റെ വളരെ അടുത്ത് വന്നുവെന്ന് ശക്തമായിട്ടുള്ളൊരു വികാരം എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ അത് ഇരയെടുക്കുവാനായിട്ട് വന്നില്ല. കടുവ എന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. നേരം വെളുത്തതും
ഞാൻ ഒളിയിടത്തു നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ ഇടതുവശത്തുള്ള അരുവിയുടെ നേർക്ക് നടന്നു. ഞാനിരുന്ന ഇടത്തു നിന്നും ഏകദേശം 50 വാര അകലെയായിട്ട് അതിൻ്റെ കാലടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കടുവ അരുവിയുടെ തടത്തിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു കല്ല് നിരങ്ങി നീങ്ങിയത്. അവിടുന്ന് അത് തിരിഞ്ഞ് ഇരയുടെ നേർക്ക് ഏകദേശം 20 വാരയോളം നടന്നു. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് അരുവിയുടെ മറുതീരത്തേക്ക് നടന്നു കയറി. എന്നിട്ട് നേരെ വനത്തിന്റെ അതിർത്തിയിലേക്ക് പോവുകയായിരുന്നു. പൊടുന്നനെ അവന്റെ മനസ്സിന് മാറ്റം വന്നത് ഞാൻ ഇരിക്കുന്ന ഇടത്തു നിന്നും 30 വാര അകലെ വെച്ചാണ്. അവിടെ നിന്നുകൊണ്ട് അതിനെ എന്നെ കാണുക എന്നത് അസാധ്യമാണ്. എന്റെ ഒളിയിടത്തിൽ നിന്നും ഏകദേശം 100 വാര അകലെ വരെ എല്ലാ ദിശയിലും, കൂടാതെ അരുവിയുടെ 2 കരകളിലും ഞാൻ പരിശോധന നടത്തി. അരുവിയുടെ തടത്തിൽ മറ്റ് കടുവയുടെ കാലടയാളങ്ങളോ അതുപോലെ കഴുതപ്പുലി പോയതിന്റെ അടയാളങ്ങളില്ലായിരുന്നു. ഒടുവിൽ ഒളിയിടത്തിലേക്ക് മടങ്ങി വന്ന ടോർച്ചും തലേണയും എടുത്ത് നേരെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഞാൻ മച്ചാനിൽ അപ്പോഴും ഇരിക്കുന്ന ബിയെ കണ്ടു. പക്ഷേ വനത്തിന്റെ അതിർത്തിയിൽ ചത്തുകിടന്ന പശു നാടകീയമായിട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. അന്വേഷണത്തിൽ മനസ്സിലായി, അർദ്ധരാത്രിയിൽ എപ്പോഴോ ബി ഉറങ്ങിപ്പോയി. പെട്ടെന്ന് പശുവിന്റെ ശവം അപ്രത്യക്ഷമായെന്ന് അയാൾക്ക് മനസ്സിലായി. അല്പസമയത്തിന് ശേഷം കുറച്ച് വാര ദൂരെയായിട്ട് കാടിന്റെ ഉള്ളിൽ നിന്നും കടുവ ആഹരിക്കുന്നതിൻ്റെയും എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നതിൻ്റെയും ശബ്ദം അവൻ കേട്ടു. പക്ഷേ കടുവയെ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യുവാനും സാധിക്കില്ല. ഇര എവിടെയാണെന്ന് അറിയുവാനായിട്ട് വലിച്ചിഴച്ച പാടുകൾക്ക് പിന്നാലെ ഞാൻ പോയി. ഏകദേശം 20 വാര ഉള്ളിലായിട്ട് കുറ്റിക്കാട് നിറഞ്ഞൊരു പ്രദേശത്താണ് ആ യാത്ര അവസാനിച്ചത്. പശു അവിടെയുണ്ട്. പക്ഷേ സമീപത്തെങ്ങും കടുവയുടെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. ഒരു ഭാഗത്ത് കടുവയുടെ കാലടയാളം വളരെ വ്യക്തമായിട്ടും കാണാം. അത് ആ വലിയ കടുവയുടെ ആണെന്ന് ഒരു സംശയവുമില്ലായിരുന്നു. അവൻ പോയ രാത്രിയിൽ വളരെയധികം ആഹരിച്ചിരുന്നു. പശുവിന്റെ തല, കഴുത്ത്, തോളിന്റെ ഭാഗങ്ങൾ, മുൻകാലുകൾ എന്നിവ ഒഴികെ മുഴുവനും തന്നെ അത് കഴിച്ചു തീർത്തു. ഇതും പൂർണ്ണ വളർച്ചയെത്തിയ വലിയൊരു പശുവായിരുന്നു. അവൻ ആദ്യം അരുവിയുടെ ഭാഗത്ത് ഞാൻ കാവൽ നിൽക്കുന്ന ഇരയുടെ അടുത്ത് എത്തി. പിന്നെ വിശദീകരിക്കുവാൻ കഴിയാത്ത കാരണം കൊണ്ട് മനസ്സ് മാറ്റി രണ്ടാമത്തെ ഇരയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. ഈ വിചിത്രമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ കാരണം എന്തായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. തലേ ദിവസം അതിരാവിലെ കനയ്യ ഗ്രാമവാസികൾക്കൊപ്പം ഇരകളെ അന്വേഷിച്ചു പോയിരുന്നു. ആ സമയത്ത് കടുവ അരുവിയുടെ അടുത്ത് എവിടെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവണം അവിടെ താൻ ഒളിപ്പിച്ച ഇരയുടെ കാര്യത്തിൽ അവൻ സംശയാലുവായി. അതുകൊണ്ടാണ് പകൽ സമയത്ത് ആ ഇരയെ മറ്റൊരിടത്തേക്ക് അത് വലിച്ചു നീക്കി ഒളിപ്പിച്ചത്. പുള്ളിപ്പുലികൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു കടുവ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യാറില്ല. പോയ രാത്രി ഞാൻ കാവൽ നിൽക്കുന്ന സ്ഥലത്ത് അവൻ എത്തിയപ്പോൾ അവന്റെ മുൻ സംശയങ്ങൾ വീണ്ടും ഉണരുകയും അതോടെ ഒരു അപകടശങ്ക തോന്നി മറ്റേ ഇരയിലേക്ക് പോവുകയും ചെയ്തു. വനത്തിന്റെ അതിർത്തിയിലുള്ള ഇരയെ നീക്കം ചെയ്യാമെന്നുള്ള എന്റെ ആദ്യത്തെ പ്രേരണയെ ഞാൻ അനുസരിക്കാത്തതിൽ ഞാൻ ഖേദിച്ചു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവൻ വീണ്ടും ഞാനിരുന്ന അരുവിയിലേക്ക് വരുവാനായിട്ട് ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു. ഇരയുടെ അടുത്ത് കഴുതപ്പുലിയെ കണ്ടാൽ പോലും അവൻ നേരെ അങ്ങ് വരുമായിരുന്നു. ഇനി ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഒരു ബീറ്റ്, അതായത് കാടിളക്കൽ സംഘടിപ്പിക്കുക. ഞാനിരുന്ന അരുവിയിൽ നിന്നും ഏകദേശം 200 വാരയോ അതിൽ കൂടുതലോ ദൂരം പിന്നിലായിട്ട് അതിന് സമാന്തരമായിട്ട് മറ്റൊരു അരുവി കൂടി ഒഴുകുന്നുണ്ട്. ഈ 2 അരുവികളും ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്നും 400-500 മീറ്റർ മാറി മുകളിലായിട്ട് ഒരു കൂട്ടം ഞാവൽ മരങ്ങൾക്കിടയിൽ വെച്ച് സന്ധിച്ചിരുന്നു. അവിടെ നിന്നും അത് താഴ്ന്ന പ്രദേശത്തേക്ക് വലിയൊരു കൂട്ടം പാറക്കെട്ടുകളുടെ ചൂട്ടിലൂടെ ഒഴുകി കാടിന്റെ ഒരു ഭാഗത്ത് വെച്ച് വലിയൊരു നദിയായിട്ട് മാറി ഒഴുകിയിരുന്നു. ഈ 2 അരുവികൾക്കുമിടയിൽ വലിയ വീതിയില്ലാതെ നീണ്ടു കിടക്കുന്ന ഒരു കരപ്രദേശമുണ്ട്. അതും കുറ്റിക്കാട് നിറഞ്ഞതാണ്. അരുവിത്തടങ്ങളിൽ മണ്ണൊലിച്ച് വിണ്ടുകീറിയ തീരങ്ങളും തടിച്ച കാരക്കുറ്റിക്കാടുകളുടെ വലിയ കൂട്ടവുമുണ്ട്. അകലെയായിട്ട് അരുവികൾ തമ്മിൽ സന്ധിക്കുന്ന ഭാഗത്ത് ഒരു വെള്ളക്കുഴി രൂപപ്പെട്ടിരുന്നു. അവിടേക്ക് വയറ് നിറയുവോളം തീറ്റയെടുപ്പ് നടത്തിയ കടുവ വെള്ളം കുടിക്കുവാനായിട്ട് ഉറപ്പായിട്ടും പോയിരിക്കണം. വയറ് നന്നായിട്ട് നിറഞ്ഞതുകൊണ്ട് അവൻ വളരെയധികം ദൂരമൊന്നും പോകുവാനായിട്ട് സാധ്യതയില്ല. ഈ 2 അരുവികളിൽ ഏതെങ്കിലും ഒന്നിന്റെ പരിസരത്ത് കിടക്കുവാനാണ് സാധ്യത. എന്റെ ഉദ്ദേശം 2 അരുവികളും കൂട്ടിമുട്ടുന്ന ഇടത്തേക്ക് 10 പേരടങ്ങുന്ന 2 കാടിളക്കൽ സംഘവുമായിട്ട് 2 അരുവിയുടെയും ഏതെങ്കിലും ഒരു വശത്തുകൂടി സാവധാനം നടക്കുക എന്നതാണ്. കാടിളക്കലുകാർ കല്ലുകൾ നിറഞ്ഞ അരുവിത്തടങ്ങളിലൂടെ നടക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കും. കാടിളക്കൽ തുടങ്ങേണ്ടത് ഏകദേശം 1000 വാര താഴെ നിന്നുമായിരിക്കും. അത് അവസാനിക്കുന്നത് ഞാവൽ മരക്കൂട്ടങ്ങൾ നിൽക്കുന്നയിടത്ത് അരുവികൾ കൂട്ടിമുട്ടുന്നയിടത്തും. അന്ന് രാത്രിയിൽ ബി തന്റെ പിടിപ്പ് കേടിനെക്കുറിച്ചോർത്ത് പദം പറഞ്ഞ് പശ്ചാത്തപിച്ചു. അയാളെയും കുറ്റം പറയുവാനായിട്ട് കഴിയില്ല. മതിയായിട്ടുള്ള പരിശീലനമില്ലെങ്കിൽ രാത്രി മുഴുവനും ഉറക്കം വിളച്ചിരിക്കുക അത്ര എളുപ്പമല്ല. കൂടാതെ കടുവ ഇരയെ നീക്കം ചെയ്യുമ്പോൾ ഉണങ്ങിയ ഇലകളോ ഇളകിയ കല്ലുകളോ ഉള്ള സ്ഥലത്തല്ല ഇര കിടക്കുന്നത് എങ്കിൽ യാതൊരു ശബ്ദവും ഉണ്ടാകില്ല. ബി കാടിളക്കലിന് എന്നോടൊപ്പം പങ്കെടുക്കാമെന്ന് ഉത്സാഹത്തോടെ പറഞ്ഞു. ഞങ്ങൾ കാടിളക്കലുകാരെ സംഘടിപ്പിക്കുവാനായിട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഗ്രാമത്തിലെത്തി ധാരാളം ചായ കുടിച്ചു. കൂടാതെ ഹൽവയും കഴിച്ചു. അതാകട്ടെ കടുവയെ കൊന്നതിന് ശേഷം ഞങ്ങളുടെ വിജയം ആഘോഷിക്കുവാനായിട്ട് ഗ്രാമീണർ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ്.
കാരണം അന്ന് രാത്രിയിൽ ആ കടുവയെ ഞാൻ കൊല്ലുമെന്ന് കനയ്യയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ള മുഴുവൻ ആണുങ്ങളും ലാത്തികളും കൈക്കോടാലികളുമായിട്ട് കാടിളക്കലിന് തയ്യാറായി. കുട്ടികളെയും പ്രായമായവരെയും ഒഴിവാക്കുവാനായിട്ട് എനിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നു. അവരാകട്ടെ അതിൽ വളരെ നിരാശരുമായിരുന്നു. കനയ്യയും ബിർജയും 10-15 വരുന്ന ആളുകൾ അടങ്ങുന്ന 2 സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഞാൻ കഴിഞ്ഞ രാത്രി ചെലവഴിച്ച അരുവിയുടെ തീരത്തേക്ക് ബിർജയും കൂട്ടരും പോകണം. അതിനപ്പുറമുള്ള പ്രദേശത്ത് കനയ്യയോടും സംഘത്തിനോടും പോകുവാനായിട്ട് നിർദ്ദേശിച്ചു. കാടിളക്കൽ തുടങ്ങും മുൻപായിട്ട് അരുവി സന്ധിക്കുന്ന സ്ഥലത്ത് കൃത്യസമയത്ത് എല്ലാവരും വന്നു ചേരണം. വേട്ടയ്ക്ക് തയ്യാറെടുക്കുവാനായിട്ട് ബിക്കും എനിക്കും 1 മണിക്കൂർ സമയം വേണ്ടതുണ്ട്. സാധാരണഗതിയിൽ കാടിളക്കുവാനായിട്ട് 4 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം മതിയാവും. എന്നാൽ ഈ കടുവയുടെ കോപവും മനുഷ്യവിരോധവും മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ ഏത് കടുവയും ആക്രമിക്കുവാനായിട്ട് ഒന്നും മടിക്കും. അതൊരു നരഭോജിയാണെങ്കിലും അങ്ങനെയാണ്. ബിയും ഞാനും വേർപിരിഞ്ഞ് അരുവിയുടെ തീരം വഴി ഏകദേശം 20 വാരയോളം നടന്നു. അന്നത്തെ കാടിളക്കൽ ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്നു. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന കഴുതപ്പുലിയെ മാത്രമാണ് പുറത്തു ചാടിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ അവനെ പോകുവാനായിട്ട് അനുവദിച്ചു. കടുവയുടെ ഒരടയാളവും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കാടിളക്കലിനു ശേഷം ഞാവൽ മരങ്ങളുടെ കീഴിൽ വർത്തമാനം പറഞ്ഞ് അല്പസമയം ഇരുന്നു. അപ്പോൾ 1000 മാര അകലെയുള്ള കുന്നുകളുടെ താഴെയുള്ള വനത്തിൽ നിന്നും ഒരു കടുവയുടെ വിളി കേട്ടു. ഒരിക്കൽ കൂടി അവൻ്റെ കൗശലം ഞങ്ങളെ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ അടുത്ത കൊലപാതകം ചെയ്യും വരെ കാത്തിരിക്കണം. അന്നു മുതൽ പിന്നീട് വന്ന 22 ദിവസങ്ങൾ ആ കടുവ പലശ്കട്ടയ്ക്ക് സമീപത്ത് ഒരിടത്തും കൊല നടത്തിയില്ല. അവൻ്റെ എല്ലാ വേട്ടയും ഗ്രാമത്തിൽ നിന്നും 20 മൈൽ അകലെയായിരുന്നു. ഈ സ്ഥലങ്ങളിലേക്ക് എത്തുവാനുള്ള ദൂരവും വാർത്തകൾ സമയാസമയത്ത് കിട്ടുവാനുമുള്ള താമസവും കാരണം അവിടങ്ങളിൽ സമയാസമയത്ത് എത്തുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ പാറകൾ നിറഞ്ഞ കുറ്റിക്കാടുകളാൽ മൂടപ്പെട്ട കിഴക്കും വടക്കുമുള്ള കുന്നുകളിലേക്ക് അവൻ തിരിച്ചെത്തിയിരുന്നു. ഗ്രാമത്തിൽ നിന്ന് 2 മൈൽ ഉള്ളിലായിരുന്നു ഈ പ്രദേശങ്ങൾ ഉള്ളത്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ എനിക്ക് അറിയുവാനായത് താൻ മടങ്ങി വന്നുവെന്ന് വിളിച്ചു പറയുന്ന അവൻ്റെ അലർച്ചകൾ ഗ്രാമത്തിൽ വരെ കേൾക്കാമായിരുന്നു എന്നാണ്. ഇതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ചിലപ്പോഴൊക്കെ അവൻ്റെ അത്തരം വിളികൾക്ക് ഒരു പെൺകടുവയും മറുവിളി കൊടുത്തിരുന്നു. ആ പ്രദേശങ്ങളിൽ ഞാൻ വളരെയധികം എരുമകളെ കെട്ടിയിട്ടിരുന്നു. എന്നാൽ അതിൽ ഒന്നിൻ്റെ അടുത്ത് പോലും അവൻ എത്തിയില്ല. എന്നാൽ അതിൽ ഒന്നിനെ ഒരു പെൺകടുവ കൊലപ്പെടുത്തിയിരുന്നു. ആൺകടുവ നടത്തിയ എല്ലാ കൊലപാതകവും മേഞ്ഞുകൊണ്ടിരുന്ന കാലിക്കൂട്ടങ്ങളിൽ നിന്നുമായിരുന്നു. അതിൽ തന്നെ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് പകുതിയോളം മൃഗങ്ങൾ കൊല്ലപ്പെട്ടത് പട്ടാപ്പകലിലായിരുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളിലെ കന്നുകാലികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവയെ എല്ലാറ്റിനെയും സംരക്ഷിക്കുവാനായിട്ട് ഇടയന്മാർക്ക് കഴിയുമായിരുന്നില്ല. അവർ കാലിക്കൂട്ടത്തിലെ ഏറ്റവും മികച്ചതിനെ മാത്രം തിരഞ്ഞെടുത്ത് രാത്രിയാകുമ്പോൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. മറ്റു കാലികൾ ഗ്രാമങ്ങളിലേക്ക് തനിയെ എത്തിച്ചേരും. എങ്കിലും കുറച്ച് കന്നുകാലികൾ മാത്രം പകലിൽ അവ മേയുന്ന സ്ഥലങ്ങളിൽ രാത്രി മുഴുവനും തങ്ങും. ഞാൻ നിരവധി രാത്രികൾ അവനു വേണ്ടി ഉറക്കം വിളിച്ചിരുന്നു. അവധി ദിവസങ്ങളിൽ 20 മുതൽ 25 മൈലുകൾ വരെ നടന്ന് ആ പ്രദേശം മുഴുവനും പരിശോധിക്കുമായിരുന്നു. പക്ഷേ ഈ കടുവ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിന്നിരുന്നില്ല. അവൻ കെട്ടിയിട്ട ഇരകളെ ഒഴിവാക്കി. മുൻപ് പറഞ്ഞ നീർക്കുഴികളിൽ വെള്ളം കുടിക്കുവാനായിട്ട് 2 പ്രാവശ്യം അത് എത്തിയിരുന്നു. ഒരു പ്രാവശ്യം മാത്രമാണ് അവൻ കെട്ടിയിട്ട ഇരയിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാൽ ബി ആകട്ടെ ആ അവസരം നഷ്ടപ്പെടുത്തി. ഈ കടുവയുടെ കൗശലം വളരെ വലുതായിരുന്നു. താൻ വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിറളി പിടിച്ചോടിയ ഒരു കന്നുകാലി കൂട്ടത്തിൽ നിന്നും 5 പശുക്കളെയാണ് അവൻ കൊലപ്പെടുത്തിയത്. ഇതെല്ലാം സംഭവിച്ചത് വെറും 500 ചതുരശ്ര വാരയ്ക്കുള്ളിലായിരുന്നു. അവൻ ആക്രമിച്ച മൃഗങ്ങളിൽ ഒന്നിനു പോലും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിൽ ഒന്നിനെയും അവൻ ആഹരിച്ചുമില്ല. പിന്നീട് വന്ന ഏകദേശം 3 മാസങ്ങൾക്കുള്ളിൽ 70ഓളം കന്നുകാലികളെ അത് കൊലപ്പെടുത്തി. 2 മാസം അങ്ങനെ കടന്നുപോയി. പലശ്കട്ടയിലെ കുന്നുകളിൽ നിന്നും അവൻ്റെ അലർച്ചകൾ അപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഞാൻ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് വന്നു. എന്നിട്ട് ഒരിക്കൽ കൂടി അവനെതിരായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു. ഞാൻ അവരോട്, നിങ്ങളുടെ വളരെയധികം കന്നുകാലികൾ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും കൂട്ടത്തിൽ നല്ലതിനെ മാത്രമാണ് വൈകുന്നേരം നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ എന്നും അതുകൊണ്ട് മാത്രമാണ് കടുവയുടെ നീക്കങ്ങൾ നിയന്ത്രിച്ച് അതിനെ പിടികൂടുവാനായിട്ട് കഴിയാത്തത് എന്നും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യ നടപടി എന്ന നിലയിൽ അലഞ്ഞു തിരിയുന്ന എല്ലാ കന്നുകാലികളെയും വളരെ വേഗം ഗ്രാമത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ 2-3 ദിവസത്തേക്ക് അനായാസമായിട്ട് ഇര കിട്ടുന്ന സാഹചര്യം നിയന്ത്രിക്കുക. അതിനുശേഷം ഒരു കൊഴുത്ത എരുമയെ ഇരയായിട്ട് വെച്ച് അവനെ ആകർഷിക്കുവാനും കഴിയും. ഇപ്പോൾ രാത്രിയിൽ മാത്രം കുന്നുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കടുവ വരുവാൻ സാധ്യതയുള്ള വഴിയെക്കുറിച്ച് എനിക്ക് ഏകദേശം കൃത്യമായിട്ടുള്ള ഊഹമുണ്ടായിരുന്നു. എൻ്റെ പദ്ധതി ഗ്രാമവാസികൾ സമ്മതിച്ചു. അന്നും അടുത്ത ദിവസവുമായിട്ട് എല്ലാ കന്നുകാലികളും ഗ്രാമത്തിലേക്ക് എത്തിക്കപ്പെട്ടു. അവയെ വീടുകൾക്ക് സമീപം കെട്ടിയിടുകയോ അല്ലെങ്കിൽ ഗ്രാമത്തിന് സമീപത്തുള്ള വേലിക്കെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കുകയോ ചെയ്തു. വേലിക്ക് സമീപം ആഴികൾ കൂട്ടി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി
രാത്രിയിൽ ഊഴമനുസരിച്ച് ഗ്രാമവാസികൾ മാറി മാറി കാവലിരുന്നു. അവർക്ക് ഈ കടുവയുടെ അസാധാരണമായിട്ടുള്ള ധൈര്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. ആഴികളും ശബ്ദ കോലാഹലങ്ങളും ഉണ്ടാക്കിയില്ലെങ്കിൽ കടുവ വേലിക്കെട്ടിന്റെ ഉള്ളിൽ കടന്ന് കൊല നടത്തുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ നിന്നും 3 മൈൽ അകലത്തായിട്ട് കുന്നുകൾക്കും താഴെ വനാതിർത്തിയിൽ പഴയതും ഇപ്പോൾ ഉപയോഗിക്കപ്പെടാത്തതുമായിട്ടുള്ളൊരു ഫയർ ലൈൻ ഉണ്ടായിരുന്നു. ഈ ഫയർ ലൈനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കുറ്റിച്ചെടികളും മരങ്ങളും വളർന്നു നിന്ന് ഒരു വനം പോലെ മാറിയിരുന്നു. അവിടെ ഏകദേശം 300 വാരയോളം ദൂരത്തിൽ ഒരു ചാല് പോലെ അടിക്കാട് വളർന്നിരുന്നു. ഈ ചാലിന്റെ ഒരറ്റത്ത് ഒരു ചെറിയ അരുവി കടന്നു പോകുന്നുണ്ട്. അതിപ്പോൾ വരണ്ട അവസ്ഥയിലാണ്. ജലമുള്ള സമയത്ത് ഈ അരുവി കുന്നുകൾക്ക് താഴെയുള്ള വനത്തിൽ നിന്നും നേരെ ഒഴുകി വരുന്നത് പലഷ്കട്ടയിലെ തുറസായിട്ടുള്ള മേച്ചിൽ പ്രദേശങ്ങളിലേക്കാണ്. എന്നാൽ അവിടെ എങ്ങും കടുവയുടെ കാലടയാളങ്ങളില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ സമതലത്തിലേക്കും അതുപോലെ സമതല ദേശത്തിനും ഇടതൂർന്ന കുറ്റിക്കാടിനും അതിരെന്നോണം നിലകൊള്ളുന്ന ആ മേച്ചിൽ പുറങ്ങളിലേക്കും നോക്കി. എങ്ങനെ നോക്കിയാലും ആ കടുവ കടന്നു വരുവാനായിട്ട് നിലവിൽ ഏറ്റവും സാധ്യതയുള്ള പാത ഇതായിരുന്നു. പഴയ ഫയർ ലൈനും തകർന്ന പാലത്തിനടുത്തുള്ള അരുവി സന്ധിക്കുന്നിടത്ത് ഇടതൂർന്ന ഇലകളുള്ള ഒരു വലിയ കശുമാവ് നിൽപ്പുണ്ട്. ആ കശുമാവിൽ ഒരു മച്ചാൻ നിർമ്മിക്കണം. അതിനടുത്തുള്ള ചെറിയ തുറസായ സ്ഥലത്തിന്റെ നടുക്കായിട്ട് ഒരു എരുമയെ കെട്ടിയിടുവാനും ഞാൻ തീരുമാനിച്ചു. കശുമാവിന്റെ പിന്നിലായിട്ട് ഫയർ ലൈനോട് ചേർന്നുള്ള ഒരു ചെറിയ കാടുണ്ട്. അതിനാകട്ടെ 10 മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ടായിരുന്നില്ല. അതിന്റെ മറുവശത്ത് വിശാലമായ തുറസായിട്ടുള്ള സ്ഥലമാണ്. അവിടെ കുറച്ച് കുറ്റിക്കാടുകളുടെ കൂട്ടമുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ വെച്ചായിരുന്നു ആ കടുവ കന്നുകാലിക്കൂട്ടത്തിൽ നിന്നും 5 പശുക്കളെ ഒറ്റയടിക്ക് കൊന്നത്. ആ ജഡങ്ങൾ ഇതിനോടകം കഴുതപ്പുലികളും കുറുക്കന്മാരും അതുപോലെ കഴുകന്മാരും ആഹരിച്ചിരുന്നു. എങ്കിലും കുറച്ച് വലിയ എല്ലിന്റെ കഷ്ണങ്ങൾ അപ്പോഴും അവിടെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഫയർ ലൈനിന്റെ മറ്റൊരു വശത്ത് 1/2 മൈൽ വീതിയിൽ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമാണ്. അതിനും അപ്പുറത്തായിട്ട് കൃഷി നടക്കുന്ന വയലുകളായിരുന്നു. 3-ാം ദിവസം വൈകുന്നേരം പലഷ്ഘട്ടയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സൂര്യാസ്തമയത്തിനും 1/2 മണിക്കൂർ മുൻപായിട്ട് കശുമാവിലുള്ള മച്ചാനിൽ ഞാൻ സ്ഥാനം പിടിച്ചു. എന്റെ 10 വാര മുൻപിലായിട്ട് ചെറുപ്പമായ ഒരു എരുമയെ ഒരു ചെറിയ മരത്തിൽ കെട്ടിയിട്ടിരുന്നു. എരുമയെ കെട്ടിയ കയറ് നീളമുള്ളതായിരുന്നു. അതിന്റെ മുൻകാലിൽ കുളമ്പിനടുത്തായിട്ട് നിലത്തായിട്ട് അത് ചുരുണ്ടുകൂടി കിടക്കുന്നു. അതുകൊണ്ട് പെട്ടെന്നത് കാണുവാനായിട്ട് സാധിക്കില്ല. എരുമയുടെ ചുറ്റുമുള്ള 10 മുതൽ 15 വാരയോളം വരുന്ന പ്രദേശത്തെ കുറ്റിച്ചെടികളും ഉയരമുള്ള പുല്ലുകളും സംശയം വരാത്ത വിധം നീക്കം ചെയ്തു. ഞാൻ സുഖപ്രദമായിട്ട് മച്ചാനിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 1 മൈൽ അകലെ നിന്നും കടുവയുടെ അലർച്ചകൾ കേട്ടു തുടങ്ങി. അതേ സമയത്ത് ചെറിയ കുന്നുകളുടെ ആദ്യ നിരയുടെ പിറകിൽ നിന്നും മറ്റൊരു പെൺകടുവയുടെ മറുപടി വിളികൾ കൂടി മുഴങ്ങി. അവൾ അവനിൽ നിന്നും അകന്നു പോകണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ആ രാത്രിയിൽ അവൻ പെൺകടുവയെക്കുറിച്ച് ചിന്തിക്കാതെ ഇരയെക്കുറിച്ച് മാത്രം ചിന്തിക്കും. രാത്രി 7 മണിയായപ്പോൾ എനിക്ക് പിറകിലുള്ള ഇടുങ്ങിയ തുണ്ടുവനത്തിന്റെ മറുവശത്തുള്ള തുറസായിട്ടുള്ള സ്ഥലത്ത് ആ കടുവയെത്തി. അവൻ അപ്പോഴും നിലയ്ക്കാതെ അലറിക്കൊണ്ടിരുന്നു. പക്ഷേ പെൺകടുവ ഇതിനോടകം അലർച്ച നിർത്തിയിരുന്നു. ഒരു കടുവ വിശന്ന ആഹാരം തേടുമ്പോൾ ഇത്രയും വലിയ ശബ്ദം ഉയർത്തുന്നത് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ എൻ്റെ പിന്നിലൂടെ കടന്നു പോയിരുന്നു. പക്ഷെ ഞങ്ങൾക്കിടയിലുള്ള മരങ്ങൾ കാരണം എനിക്കതിനെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു പ്രാവശ്യം അവൻ മുൻപ് നടത്തിയ കൊലസ്ഥലത്ത് ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അവന് നല്ല വിശപ്പുണ്ടെന്ന തിരിച്ചറിവ് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. കുറച്ച് നീണ്ട സമയത്തിന് ശേഷം എന്നിൽ നിന്നും 70 അല്ലെങ്കിൽ 80 വാര അകലെയായിട്ട് ഫയർ ലൈനിലേക്ക് അവൻ പ്രവേശിച്ചു. അത് എരുമയെ കണ്ടു. പൊടുന്നനെ അവന്റെ ശബ്ദവും അലർച്ചയും എല്ലാം തന്നെ പെട്ടെന്ന് നിലച്ചു. നല്ല തെളിഞ്ഞ ചന്ദ്രപ്രകാശത്തിൽ അവനെ എനിക്ക് വളരെ വ്യക്തമായിട്ടും കാണുവാൻ കഴിഞ്ഞു. പക്ഷെ നല്ല അകലമുണ്ട്. രാത്രിയിൽ ഇത്രയും ദൂരെ നിന്നും നിറയൊഴിക്കുക അബദ്ധമാണ്. മാത്രവുമല്ല എരുമയെ കണ്ടതുകൊണ്ട് അവൻ അടുത്തേക്ക് വരുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കടുവ ഫയർ ലൈൻ ക്രോസ് ചെയ്ത് മറുവശത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കയറി. ആ വശത്തു നിന്നും അവൻ ആക്രമിക്കുമെന്ന് വ്യക്തമായി. എന്റെ കണ്ണുകൾ ചിമ്മാതെ 10 വാര അകലെയായിട്ട് കാണപ്പെടുന്ന എരുമയ്ക്കും ആ കുറ്റിക്കാടിനും ഇടയിലുള്ള തുറസായ സ്ഥലത്ത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി. അവൻ എരുമയെ സമീപിക്കും മുൻപായിട്ട് അതിനെ കൊലപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവന്റെ 500 പൗണ്ടോ അതിൽ കൂടുതലോ ഉള്ള ഭീമമായിട്ടുള്ള ശരീരം കടന്നുപോയപ്പോൾ 1-2 ഉണങ്ങിയ ചെറിയ കമ്പുകൾ ഒടിയുന്ന ശബ്ദമൊഴികെ മറ്റൊന്നും അവിടെ കേട്ടില്ല. പെട്ടെന്ന് എരുമയിൽ നിന്നും ഏകദേശം 4 ചുവടും മാറി ഭൂമിയിൽ നിന്നും മുളച്ചു വന്നതുപോലെ കടുവ പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രപ്രകാശത്തിൽ അവൻ ഭീമാകാരനായും എന്നാൽ ആക്രമിക്കുവാനായിട്ട് അത്ര തിടുക്കമില്ലാത്തവനായിട്ടും കാണപ്പെട്ടു. ഒരു നിമിഷം പോലും ആ സ്ഥലത്തു നിന്നും എൻ്റെ കണ്ണുകൾ തെറ്റിയിരുന്നില്ല. എന്നിട്ടും അവൻ കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടില്ല. വെറും 9 ഇഞ്ച് മാത്രം ഉയരമുള്ള ഉണങ്ങിയ പുല്ലിലും മുറിച്ചു മാറ്റാത്ത വളരെ ചെറിയ കുറ്റിക്കാടുകൾക്ക് പിന്നിലുമായിട്ട് അവൻ യഥാർത്ഥത്തിൽ തന്റെ ഭീമമായിട്ടുള്ള ശരീരം വളരെ സമർത്ഥമായിട്ട് മറച്ചുവെച്ച് പൊടുന്നനെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവൻ എരുമയുടെ വളരെ അടുത്തെത്തിയിരുന്നു. ആ എരുമയ്ക്ക് തന്നിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ലെന്നും അവനറിയാം.
അതുകൊണ്ട് പതിവ് രീതി അനുസരിച്ച് പതുങ്ങി നടക്കുകയോ വയറമർത്തി എഴുകുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവനപ്പോൾ തോന്നിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുവാനായിട്ട് ഞാൻ ഒരുപാട് സമയമെടുത്തുവെന്ന് എനിക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിച്ചത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ്. ടോർച്ച് എടുത്ത് തെളിയിക്കുവാനായിട്ട് എനിക്കൊരു ചെറിയ താമസമെടുത്തു. വെളിച്ചം തെളിഞ്ഞപ്പോൾ എരുമയുടെ ചുമലിന്റെ ഭാഗത്ത് കടുവയുടെ വലിയൊരു കൈയും മറുവശത്ത് തലയുടെ മുകൾ ഭാഗവും മാത്രമാണ് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. അതിന്റെ ബാക്കിയുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും എരുമയുടെ പിന്നിലായിട്ട് മറഞ്ഞിരുന്നു. ഭാഗ്യത്തിന് പ്രാണഭയത്തോടെ എരുമ വെട്ടിത്തിരിഞ്ഞു. അതോടെ മറവ് മാറുകയും കടുവ ഇപ്പോൾ എന്റെ നേരെ കാണപ്പെടുകയും ചെയ്തു. അടുത്ത നിമിഷം റൈഫിൾ ഗർജിച്ചു. കടുവ എരുമയുടെ കാൽക്കൽ തന്നെ നിലം പതിച്ചു. അത് പിന്നെ ചലിക്കുകയോ ഒരു ശബ്ദമോ പോലും പുറപ്പെടുവിച്ചില്ല. ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. .375 റൈഫിളിന്റെ വലിപ്പമുള്ള 300 ഗ്രെയിൻ ബുള്ളറ്റ് അവന്റെ തലയോട്ടിക്ക് പിന്നിലായിട്ട് 8 ഇഞ്ച് താഴെയായിട്ട് പതിച്ചു. എന്നിട്ട് നട്ടെല്ലും തകർത്ത് കഴുത്തിലൂടെ ആഴ്ന്ന് നേരെ ചങ്കിലാണ് എത്തിയത്. അവൻ ഒരു വേദനയും അനുഭവിച്ചു കാണില്ല. ഇര തനിക്ക് കിട്ടിയെന്ന് അവൻ സന്തോഷത്തോടെ ചിന്തിച്ച അതേ നിമിഷത്തിൽ തന്നെ അത് കൊല്ലപ്പെട്ടു. എന്നാൽ അതോടൊപ്പം മറ്റൊരു രസകരമായിട്ടുള്ള കാര്യവും സംഭവിച്ചു. ആ എരുമ വെടിശബ്ദം കേട്ടിരുന്നില്ല. ആ നിമിഷത്തിൽ അതിന് ബോധമുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം തന്നെ ഒരു കടുവ ആക്രമിക്കുവാനായിട്ട് പോകുന്നുവെന്നും അധികം വൈകാതെ താൻ കൊല്ലപ്പെടുമെന്നും മാത്രമായിരുന്നു. എന്നാൽ ഇതാ കടുവ ആക്രമിക്കാതെ തന്റെ കാൽക്കീഴിൽ തന്നെ വീണ് കിടക്കുന്നു. 1-2 നിമിഷത്തേക്ക് എരുമ സ്തംഭിച്ചു നിന്നു. താഴേക്ക് അത് തുറച്ചു നോക്കി. പിന്നെ കയർ അനുവദിക്കുന്നിടത്തോളം പിന്നിലേക്ക് നീങ്ങി. കൂടുതൽ പിന്നിലേക്ക് പോകുവാനായിട്ട് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതും അവൻ തലയൊന്ന് താഴ്ത്തി. പിന്നെ മുന്നോട്ട് കുതിച്ചു വന്ന് കടുവയെ ആക്രമിച്ചു. അവൻ മാരകമായിട്ട് അതിന്റെ ശരീരത്തിൽ കുത്തിക്കൊണ്ടിരുന്നു. പോയ ഫെബ്രുവരിയിലെ ഒരു തണുത്ത രാത്രിയിൽ ഒരു വലിയ കടുവ തന്നെ ആക്രമിക്കുവാനായിട്ട് ധൈര്യം കാണിച്ചുവെന്നും അന്ന് താൻ എന്താണ് ചെയ്തത് എന്നും ആ കടുവയ്ക്ക് മറക്കുവാനായിട്ട് കഴിയാത്ത ഒരു പാഠം താൻ പഠിപ്പിച്ചു കൊടുത്ത് അതിനെ കൊന്നത് എങ്ങനെയാണെന്നും അവനിപ്പോൾ തന്റെ കൂട്ടത്തിലെ മറ്റു മൃഗങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. അതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ ഈ അഭിപ്രായം പറയുന്നതിൽ എനിക്ക് അവനോട് യാതൊരു വിരോധവുമില്ല. കാരണം അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഭയം കാരണം ഇതിനോടകം മരിച്ചു പോകുമായിരുന്നു. കടുവയുടെ തൊലിക്ക് കൂടുതൽ പരിക്ക് പറ്റാതിരിക്കുവാനായിട്ട് ഞാൻ വേഗം താഴേക്കിറങ്ങി ധീരനായ എരുമയെ അഴിച്ചു മാറ്റി. എന്നിട്ട് 20 വാരം ദൂരെയായിട്ട് കെട്ടിയിട്ടു. ഞാനതിൻ്റെ തോളുകളും കഴുത്തും തുടങ്ങി ബാക്കി ശരീരഭാഗങ്ങളെല്ലാം നന്നായിട്ട് പരിശോധിച്ചു. അതിൻ്റെ ശരീരത്തിലൊരു പോറൽ പോലും പറ്റിയിരുന്നില്ല. പിന്നെ മച്ചാനിൽ കയറി ഫുഡ് പാക്കറ്റ് എടുത്ത് താഴേക്ക് കൊണ്ടുവന്നു. വനചന്ദ്രന്റെ വെളിച്ചത്തിൽ നിശബ്ദനായി ചീസ് സാൻഡ്വിച്ചുകൾ കടിച്ചു ചവച്ചു. പലശ് കട്ടയിലെ ധീരയായ ആ എരുമ എന്നോട് സൗഹൃദം കാണിച്ച് സമീപത്ത് നിന്നു. ഇതാണ് പലശ് കട്ടയിലെ കാലി കൊലയാളിയുടെ കഥ. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുവാനും അതുപോലെ കമന്റിൽ അറിയിക്കുവാനും മറക്കരുത്.